അയ്യോ, ഇവിടെ കൂട്ടുകാരും ഇല്ലയോ? നിങ്ങൾ കൂട്ടുകാരെ വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കണ്ടേ? ഓക്കെ, ഹായ് കൂട്ടുകാരെ. ഇത് 10-12 പിള്ളേരെ ഉള്ളെന്ന് തോന്നല്ല, അത്രയും സൗണ്ടേ വരുന്നുള്ളല്ലോ. എക്കോ നന്നായിട്ട് വരണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഞാൻ എൻ്റെ കാര്യം ചോദിക്കാം. ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ഏറ്റവും സൗണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നോർമലി പെൺകുട്ടികൾക്കായിരിക്കും സൗണ്ട്, കാരണം ആൺകുട്ടികളുടെ ഇരട്ടി കുട്ടികളുണ്ട്. ഓക്കെ, ശരി, ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ പോകുക. ആദ്യം ആരോട് ചോദിക്കണം? പെൺകുട്ടികളോട്. ഓക്കെ, അവരാ കൈ പൊക്കി വയ്ക്കുന്നേ. അപ്പൊ ഹലോ കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തോന്ന് വിളി കേൾക്കണം. നിങ്ങളെക്കാൾ ഇവരുടെ ശബ്ദം വന്നാൽ ഇവരെന്ത് ചെയ്യും? വിജയിക്കും. ഓക്കെ, അപ്പൊ അവരെ വിജയിപ്പിക്കണോ? വേണ്ട. ഓക്കെ, ശരി. ഹായ് കൂട്ടുകാരെ. കേട്ടോ ഇവരുടെ സൗണ്ട്? കേട്ടോ ഇവരുടെ സൗണ്ട്? ഇവരെ പൊട്ടിക്കണ്ടേ? ഓക്കെ ആണോ? ഹായ് കൂട്ടുകാരെ. ഇത്രയും പേരുടെ സൗണ്ടും ഇത്രയും പേരുടെ സൗണ്ടും എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ സൗണ്ടാ കൂടുതല്, പക്ഷെ നിങ്ങളുടെയും സൗണ്ട് ഒട്ടും കുറവല്ല, കാരണം ഇത്രയും പേര് ഒന്നിച്ച് പറഞ്ഞില്ലയോ. ഇനി നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് പറഞ്ഞാലോ? ഓക്കെ, അപ്പൊ ഈ മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ അവിടെ കേൾക്കണം. ഓക്കെ ആണോ? ഹായ് കൂട്ടുകാരെ. നിങ്ങൾ ആഹാരം കഴിച്ചോ? എന്തുവാ കഴിച്ചേ? ഓക്കെ, ഒന്നും കഴിച്ചിട്ടല്ല വന്നേ, അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ചിലര് മാത്രമേ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി. എന്തായാലും നമ്മൾ നമ്മുടെ ഈ BBS പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിനായിട്ട് ബാബു മാത്യു പാസ്റ്റർ, നമ്മുടെ പ്രേയറിന്റെ ലീഡർ ആയിരിക്കുന്ന ബാബു മാത്യു പാസ്റ്ററെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പാസ്റ്ററുകൾ ഇവിടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നിട്ടുണ്ട്. MEPFന്റെ നേതൃനിരയിലുള്ള ദേവദാസന്മാര്, ഇവിടെ നമ്മുടെ അധ്യാപകരായിട്ട്, നമ്മുടെ എക്സലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം മനോഹരമായ പാട്ടുകളും കഥകളും ആക്ഷനുകളും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പം അതിലേക്ക് കടക്കും മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അയ്യോ, ഇത് കുറച്ചുപേരെ പറഞ്ഞുള്ളൂ. ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അപ്പൊ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? BBS തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? എങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ നല്ലൊരു കൈയടിയോടുകൂടി നമ്മുടെ ബാബു മാത്യു പാസ്റ്ററുകളെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. നമുക്കെല്ലാവർക്കും കണ്ണടച്ച് കൈകൂപ്പി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. വിശ്വസനായ ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവ് ഇന്ന് കർത്താവിൽ ആഗ്രഹിച്ച് ആരംഭിക്കുന്നതായ ഈ BBS ശനിയാഴ്ച കൊണ്ട് കർത്താവെ സമാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. ആകയാൽ കർത്താവെ മല്ലപ്പള്ളിയിലെ കർത്താവെ സ്വതമാത്മിക അനുഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MUPFന്റെ നേതൃത്വം നൽകുന്നതായ ഈ BBS ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് നേതൃത്വം നൽകുന്നതായ ദൈവദാസന്മാരെ കർത്താവ് BBSുമായി കടന്നു വന്നിരിക്കുന്ന എക്സൽ മിനിസ്ട്രീസ്, അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, അധ്യാപകർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഇതുമായി കർത്താത്വദാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി മാനിക്കും. തുടർന്നുള്ളതായ മീറ്റിങ്ങുകളും ഇവിടെ BBSന്റെ ക്ലാസ്സുകളൊക്കെ വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കും. തൃക്കരങ്ങൾ ഇവിടുന്ന് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഇവിടുന്ന് കടന്നുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. കണ്ണു തുറന്നിരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കൈവക്കിയേ. മിടുക്കന്മാരെ, ഇതിനകത്ത് കുറെ പേര് സത്യം പറയുന്നുണ്ട്. ഒത്തിരി പേര് ഇതിനകത്ത് കണ്ണു തുറന്നു, പക്ഷെ കൈയൊന്നും അത്രയും എന്ത് ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണടച്ചിരിക്കണം. ഓക്കെ, ശരി. ഇനി നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഈ BBSന്റെ ജനറൽ കോർഡിനേറ്റേഴ്സിൽ ഒരാളായ ഫിന്നി സാറിനെ, ഫിന്നി പാസ്റ്ററുകളെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുക. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഫിന്നി സാറങ്ങൾ എന്നെ പറ്റിച്ച് കേട്ടോ. ഞാൻ അവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്.
ഒരു നല്ല കൈയടി ഒന്നുകൂടെ കൊടുത്തേ. കൂട്ടുകാരെ റെഡിയാണോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ ദാസന്മാർ എല്ലാവരും പ്രമുഖർ തന്നെയാണ്. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. UPF-ന്റെ ഭാരവാഹികൾ നമ്മുടെ പ്രസിഡന്റ് പാസ്റ്റർ TV പോത്തൻ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ സാംബി ജോസഫ്, അതുപോലെ ഈ BBS-ന്റെ നേതൃത്വം കൊടുക്കുന്ന മറ്റ് ദൈവദാസന്മാർ, UPF-ന്റെയും അതുപോലെ ഈ ചർച്ചിൻ്റെയും ഭാഗമായി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അറിയിക്കുന്നു. ആരെയും ഞാൻ എടുത്തു പറയാൻ സമയം കളയുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് പേരുകൾ പറയട്ടെ. പാസ്റ്റർ അനിൽ ഇലന്തൂർ, എക്സൽ BBS-ന്റെ ഡയറക്ടർമാരിൽ പ്രധാനിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. MUPF-ന്റെ നാമത്തിലും ഈ ചർച്ചിൻ്റെ പേരിലും സ്വാഗതം അറിയിക്കുന്നു. സിസ്റ്റർ ജിൻസി അനിൽ, അതുപോലെ ബ്രദർ സുബി ജോബി, അല്ലേ, പ്രിയപ്പെട്ടവരാണ്. സിസ്റ്റർ സുബി ജോബി, അതുപോലെ ഡയറക്ടേഴ്സായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? പ്രത്യേകിച്ച് ഈ ചർച്ചിലെ പ്രിയപ്പെട്ടവരെ, പാസ്റ്റർ ഗോഡ്സൺ സി സണ്ണി, അതുപോലെ UPF-ലുള്ള എല്ലാ കർത്തദാസന്മാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ നമ്മുടെ ജനറൽ ട്രഷറർ MFിൽ സാറുണ്ട്, ബെന്നി പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത് ഏറ്റവും വിജയകരമായി സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, നമ്മളെല്ലാം സ്വാഗതം ചെയ്ത ഫിന്നിയങ്കളിൽ നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, ആദരണീയരായ ഒത്തിരി ദേവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. എല്ലാവർക്കും സമയമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒത്തിരി സമയം കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? പാട്ടും ആക്ഷനും കഥകളും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഇനിയും ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. നമ്മുടെ BBS എന്ത് ചെയ്യാൻ പോകുകയാണ്? പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ്. ആരാ ഉദ്ഘാടനം ചെയ്യുന്നതെന്നറിയാമോ? നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള ഏറ്റവും വലിയ ഐക്യ കൂട്ടായ്മയായ MUPF എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന TV പോത്തൻ പാസ്റ്ററാണ്. പ്രിയ പാസ്റ്ററിനെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. സ്വാഗതം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വെടി പൊട്ടുന്ന പോലുള്ള സൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തോ ചെയ്യണം? കൈയടിക്കണം. അപ്പൊ റെഡിയാണോ നിങ്ങള്? നമുക്കൊന്ന് ട്രയൽ നോക്കിയാലോ? ഒന്ന് കൈയടിച്ചേ. അയ്യോ പോരാ. ഓക്കെ, ശരി. നമ്മൾ ഇങ്ങനെ കൈയടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? പാസ്റ്ററിനെ വെൽക്കം ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ BBS സെറിമണി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയ പാസ്റ്ററിനെ നമുക്ക് കൈയടിച്ച് എന്ത് ചെയ്യാം? സ്വാഗതം ചെയ്യാം. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാർ, എക്സലിൻ്റെ ചുമതലയുള്ള കർത്തദാസൻ, പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മല്ലപ്പള്ളി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ചുമതലയിലാണ് ഈ BBS ഈ ഷാരോൺ ഹാളിൽ നടക്കുവാനായിട്ട് സാധിച്ചത്. അതിന് ജനറൽ സെക്രട്ടറി, ട്രഷറർ, മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾ, എല്ലാ കർത്തദാസന്മാരും ഇതിൻ്റെ പിറകിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും യൂണിറ്റിയായിട്ട് ഐക്യതയോടെ ദേശത്ത് നിൽക്കുവാൻ മല്ലപ്പള്ളി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിനെ ദൈവം ഒരുക്കിയതിനാൽ സ്തോത്രം. കാരണം ഈ BBS വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നാണ്. അപ്പോൾ ഇതിന് നടുക്ക് നിൽക്കുന്ന ബൈബിളാണ്. വചനം പഠിക്കാനുള്ള വിവിധ രീതികൾ ഇവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ പഠിപ്പിക്കും. ഈ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ നിങ്ങൾ കടന്നു വരുവാനിടയായി ചെറുപ്പത്തിൽ തന്നെ വചനം പഠിക്കുന്നതിനും മെമ്മറൈസ് ചെയ്യുന്നതിനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനുഗ്രഹമായി ജീവിക്കുവാനിടയാകട്ടെ. ഇത്രയും കുഞ്ഞുങ്ങളെ അയച്ച മാതാപിതാക്കളെയും സഭാ പ്രിയപ്പെട്ടവരെയും കർത്തദാസന്മാരെയും ഞങ്ങൾ മല്ലപ്പള്ളി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിൻ്റെ പേരിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ചിന്തിച്ചതിലും കൂടുതൽ ആളുകൾ ഈ BBSന് കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനായിട്ട് പ്രവർത്തിച്ച മാതാപിതാക്കളെ, ചർച്ചിലെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഈ BBS ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം.
ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തോടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൂട്ടിവരുത്തുകൊണ്ട് സ്തോത്രം. ദൈവയുടെ അത്ഭുതം ചെടുക്കണമേ. ഈ ദിവസങ്ങളിൽ ഇവർ പഠിക്കുന്ന മെമ്മറി വേർഡ്സും പഠനം വചനത്തിലെ കാര്യങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ അനുഗ്രഹമാകണമേ. തിരുനാമ മഹത്വം എടുക്കണമേ. ഇവരെ അയച്ച മാതാപിതാക്കളെ, കത്തുദാസന്മാരെ, ഇതിനെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സകല നാമത്തിനും മേലായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാശങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ നല്ലൊരു കൈയടി ഒന്ന് കൊടുക്കാം. ഓക്കെ, ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നല്ല ക്ലാപ്പൊക്കെ നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ നല്ല ആക്ഷനുകളൊക്കെ പഠിക്കും. ഹല്ലേലൂയൊക്കെ പറയാൻ വേണ്ടി പുതിയ ടെക്നിക്കുകളൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, അടുത്ത ദിവസങ്ങൾ ഇച്ചിരൂടെ നിങ്ങൾ എത്ര പേര് വന്നു, എങ്ങനെയാണ് സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് വന്നു. അടുത്ത ദിവസം ഇച്ചിരൂടെ നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ നിങ്ങളൊക്കെ കടന്നു വരാൻ വേണ്ടി അത്യുദ്ധാനം ചെയ്തു. ആ അത്യുദ്ധാനം ചെയ്ത ദൈവദാസന്മാരാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നവർ. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സായിട്ട് ഇതിനകത്ത് കഠിനാധ്വാനം ചെയ്ത ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. കോർഡിനേറ്റേഴ്സായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും സമയം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവരെ എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ബെന്നി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്നിട്ട് ഒരു ആശംസ പറയുന്നതായിരിക്കും. ടീച്ചേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും MUPFലെ എല്ലാ പാസ്റ്റർമാരെയും പ്രതികരിച്ചുകൊണ്ട് ബാക്കി അടുത്ത ദിവസങ്ങളിലൊക്കെ ബാക്കി നമ്മുടെ എല്ലാ പാസ്റ്റേഴ്സിനും ആശംസയ്ക്ക് ഓരോ ദിവസങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങൾ കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മുടെ പ്രിയ ബെന്നി പാസ്റ്ററെ അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസേനയിലായിരിക്കാം. നല്ലൊരു കൈയടി കൊടുത്തേ ബെന്നി പാസ്റ്ററുകളെ ഒന്ന് സ്വീകരിച്ചേ. അയ്യോ, ബെന്നി പാസ്റ്ററുകൾ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറയണമെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കണം. രണ്ട് വാക്ക് നല്ല ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. രാവിലെ ആരും ചിരിക്കുന്നില്ലല്ലോ, ഒന്ന് ചിരിച്ചേ എല്ലാവരും. കൊള്ളാം, നന്നാവുന്നുണ്ട്. ഇച്ചിരൂടെ. അയ്യോ, ഇവിടെ ആമ്പിള്ളേരാരും ചിരിക്കുന്നില്ലല്ലോ. ചിരി വീട്ടിൽ വെച്ചേച്ച് പോന്നോ? ഒന്ന് ചിരിച്ചാൽ നന്നായിട്ട്, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചുമക്കളൊന്ന് ചിരിച്ചേ. കൊള്ളാം. എല്ലാവർക്കും വായിക്കാത്ത പല്ലുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശേഷാൽ വളരെ പ്രാർത്ഥനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി ഈ 2024 എന്ന് പറയുന്ന പുതിയ വർഷത്തിൻ്റെ 4-ാമത്തെ മാസം, അതിൻ്റെ ആരംഭ ദിവസം ഏപ്രിൽ മാസം 1-ാം തീയതി മല്ലപ്പള്ളി UPFനോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായി മല്ലപ്പള്ളി UPF എന്ന് പറയുന്നതായ ഈ വലിയ ഒരു സംഘടന ഈ ദേശത്തെ കേന്ദ്രീകരിച്ച് ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നതായ ഒരു പ്രവർത്തനം 2024 ആദ്യമായിട്ട് ഇങ്ങനെയൊന്ന് ആരംഭിക്കാനിടയായത്. പ്രത്യേകിച്ച് ഈ മലപ്പള്ളി UPFൻ്റെ പ്രസിഡന്റ് പ്രിയ പോത്തൻ പാസ്റ്റർ, അതുപോലെ തന്നെ സെക്രട്ടറി പ്രിയ സാം പാസ്റ്റർ, ഖജാൻജി പ്രിയ MA ഫിലിപ്പ് സാറ്, മറ്റ് വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, നിങ്ങൾക്ക് വിശേഷിച്ചുള്ളതായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഈ നല്ല ആശയം തീർച്ചയായിട്ടും 2024 ഇതിന് തുടക്കമിട്ടെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഇതിനെക്കാട്ടിലും ഏറ്റവും വിശാലമായ നിലയിൽ വെക്കേഷൻ ബൈബിൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾ നടത്താൻ ദൈവം ഈ MUPFന് അവിടുന്ന് ഇടയാക്കട്ടെ. അതിൽ ഞാനും സന്തോഷിക്കുന്നു. എനിക്കും ഇങ്ങനെ ഈ ദേശത്തേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. മല്ലപ്പള്ളി അടുത്തുള്ള ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായി വന്ന് ഈ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. ആ ചുരുങ്ങിയ മാസങ്ങളെ ആയുള്ളെങ്കിലും എനിക്ക് ഈ MUPയുമായിട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു പോകാൻ ദൈവം കൃപ ചെയ്യുന്നു. ദൈവദാസന്മാരായ നിങ്ങളുടെ ആത്മാർത്ഥമായ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വളരെ കാലോചിതമായി ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഇടയിൽ വളരെയധികം നമുക്കൊരു കാലത്ത് സ്വന്തമായൊരു സിലബസൊക്കെ ഇല്ലായിരുന്ന കാലത്ത് തുടങ്ങിയതായ ഒരു വിഭാഗമാണ് എക്സൽ VBS. ഞാൻ അനിൽ സാറിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. സാർ എൻ്റെ ഒരു പഴയ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഞാൻ അഞ്ചൽ ഭാഗങ്ങളിലായിരുന്നപ്പോഴാണ് ഇതിൻ്റെ തുടക്കങ്ങൾ. എക്സൽ ആ കാലഘട്ടങ്ങളിലാണ്. ഞാനും എൻ്റെ മകനും അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകനും ഞാനും കൂടെയാണ്
വിസിറ്റിംഗ് നടത്തി കുഞ്ഞുങ്ങളെ വിളിച്ചത്. അന്ന് 275ഓളം പരം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഹാളിനകത്ത് ഇരിക്കാൻ പറ്റാതെ ഞങ്ങൾ വിഷമിച്ച കാലം ഇന്ന് ഞാൻ ഓർക്കുന്നു. 17 വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയിൽ ചെങ്ങന്നൂര് ടൗൺ AG ചർച്ചിൽ പ്രിയ അനിൽ സാറൊക്കെ വളരെ അക്കാലത്ത് അവരെന്നോട് ചോദിക്കുകയുണ്ടായി ഏത് സിലബസ് വേണം നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അന്ന് ഞാനും എൻ്റെ അഭിപ്രായം പറഞ്ഞത്, നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എക്സൽ VBS തന്നെ തിരഞ്ഞെടുക്കണം. എനിക്ക് തോന്നുന്നു സാറും അന്ന് വളരെ കുടുംബമായി ആത്മാർത്ഥമായി അവിടെ അന്ന് ഇവരുടെ നേതൃത്വം. ഇന്ന് എനിക്ക് തോന്നുന്നു അത് ചെങ്ങന്നൂരല്ല പുലിയൂർ ചർച്ചിലാണ് ഇന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കാലോചിതമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമ്മുടെ കൗമാരപ്രായക്കാരുടെ യൗവനക്കാരുടെ ഇടയിൽ നല്ല നിലയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ളതായിരിക്കുന്ന പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ടീമാണ് എക്സൽ മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ നേതൃത്വ നിരയിലായിരിക്കുന്ന അനിൽ സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. വിശേഷാൽ നിങ്ങളെയും ഈ മല്ലപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് ആദ്യം തുടക്കമിടാൻ കർത്താവിടയാക്കിയത് നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളൊക്കെ നാളുകളായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷ കുടുംബമാണ്. കൂടാതെ ഈ സ്ഥലം സഭയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ പാസ്റ്റർ, ഇവിടുത്തെ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഗോഡ്സൺ വളരെ താൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഈ കമ്മിറ്റിയിൽ അഭിപ്രായം വന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു തൻ്റെ അഭിപ്രായത്തോട് വളരെ നല്ല നിലയിൽ, എല്ലാ നിലയിലും, പ്രാർത്ഥനയിലും അതുപോലെ ശരീരം കൊണ്ടും സാമ്പത്തികമായിട്ടുമെല്ലാം MEOFF ആത്മാർത്ഥമായ പിന്തുണ ആ ദൈവദാസനോട് കൂടെ ഉണ്ടായിരുന്നു. താൻ മാത്രമല്ല, ഈ സ്ഥലം സഭയെ നന്ദിയോടെ ഓർക്കുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ഈ മൂശാരി കവലയിലുള്ള ഇവിടെയുള്ള ദൈവമക്കൾ വളരെ ആ ദൈവദാസനോട് ചേർന്ന്, MEOFF പ്രവർത്തനത്തോട് ചേർന്ന് നിങ്ങൾ കാണിക്കുന്നതായ ഈ നല്ല കൂട്ടായ്മയ്ക്ക്, വിശാലമായ ഹൃദയത്തിൻ്റെ ആ അനുഭവങ്ങൾക്ക് ഇന്ന് പകൽ ഞാനും വിശേഷാൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഈ സഭയ്ക്കും അതുപോലെ തന്നെ ഇവിടെ കൂടി വന്ന് ഇന്ന് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രയും ദിവസം നിങ്ങൾ പരീക്ഷയൊക്കെ പഠിച്ചു, പരീക്ഷയൊക്കെ എഴുതി അല്ലേ? ചിലർക്കൊക്കെ നല്ല വിജയം കിട്ടി, ചിലർ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുകയാണ്. അപ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ ഈ ഒരാഴ്ച ഇവിടെ വന്ന് പാട്ട് പഠിച്ച്, അതുപോലെ നിങ്ങൾ നല്ല ആക്ഷൻ സോങ് പഠിച്ച്, നല്ല ഗെയിമുകൾ പഠിച്ച്, കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചോണം. ഞാൻ യേശുപ്പച്ചൻ്റെ വചനം പഠിക്കാൻ വേണ്ടി ഒരാഴ്ച പോയി, അതുകൊണ്ട് എൻ്റെ പേപ്പർ വാല്യുവേഷനൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മേൽ എന്ത് ചെയ്യും? അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? നല്ല നല്ല ഗെയിമുകളൊക്കെ ആ സാറുമാർ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ നന്നായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന പാട്ടുകൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ആക്ഷനുകളൊക്കെ പഠിപ്പിക്കുന്നത് കൂട്ടുകാരെ മുമ്പോട്ട് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓടി ഓടി വരണം. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ആരും തമ്മിൽ എന്ത് ചെയ്യരുത്? അവിടെ ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞുള്ളുകയോ തോണ്ടുകയോ പേന കൊണ്ട് വരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഈ അങ്കിളിനെ ഒന്ന് ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും. ഹലോ. അതുപോലെ നിങ്ങളെല്ലാം നല്ല മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. നിങ്ങളെല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നതായ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക. വീട്ടിൽ പോയി പപ്പയോട്, മമ്മിയോട്, അതുപോലെ വലിയപ്പച്ചനുണ്ടെങ്കിൽ വലിയപ്പച്ചനോട്, വലിയമ്മച്ചി ഉണ്ടെങ്കിൽ അവരോടൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നിങ്ങൾ വരണം. ഇത് നമ്മുടെ ഇന്നത്തെ തുടക്കമാണ്. ഇന്ന് ഏത് ദിവസമാണ്? ഇന്നത്തെ ദിവസത്തിൻ്റെ പേരെന്ന് പറയാമോ? മൺഡേ. മലയാളത്തിലൊന്ന് പറയാവോ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. തിങ്കൾ എന്നാണോ പറയുന്നേ? ആണോ? ഏത് ദിവസം ഉറക്കെ പറഞ്ഞേ? താങ്ക് യു. അപ്പോൾ തിങ്കളുണ്ട്, ഇനി ചൊവ്വയുണ്ട്, ബുധനുണ്ട്, പറഞ്ഞാട്ടെ എൻ്റെ കൂട്ടത്തിൽ, വ്യാഴമുണ്ട്, വെള്ളിയുണ്ട്. നമ്മുടെ VBS എന്നാണ് തീരാൻ പോകുന്നത്. ഓ മിടുക്കർ, എല്ലാവരും വളരെ ശ്രദ്ധിച്ചായിരിക്കും. അപ്പോൾ ശനിയാഴ്ച വരെ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും വരണം. ഓക്കെ? അത്യാവശ്യം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് VBSന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നല്ല VBS ആണ്, മോൻ വരുന്നോ അല്ലെ നീ വരുന്നോ എന്ന് ചോദിച്ചാൽ, ആരെയെങ്കിലും കൂടെ നാളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ അതും നിങ്ങൾക്ക് എന്തായിരിക്കും? അനുഗ്രഹമായിരിക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു അനിൽ സാറ് പ്രത്യേകം എന്ത് ചെയ്യും?
ആണ്ടോ സമ്മാനമൊക്കെ തരുമെന്നാ പറഞ്ഞു അല്ലേ സാറേ? ഓ കേട്ടോ, സാറ് പറഞ്ഞു കേട്ടോ, SS എന്നാ പറഞ്ഞേ. ഇങ്ങനെ ഉണ്ടോ തമ്പൊക്കെ കാണിച്ച്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. സമ്മാനങ്ങളുടെ ഒരു പെരുമഴ ഇനിയിപ്പം ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? മേടിച്ചെടുക്കണം. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നിലകളിലുമുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് തരട്ടെ. ഇവിടെ അത് പ്രിയപ്പെട്ടവർ എന്നോട് പറയുകയുണ്ടായി, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് തന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ വിധത്തിലുമുള്ളതായിരിക്കുന്ന അതേ അനുഗ്രഹങ്ങൾ ഈ MUPFന്റെ ആദ്യമായിട്ട് നടന്ന VBSന് മേൽ ദൈവം പകരട്ടെ എന്നോർപ്പിച്ച് അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞ് വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ നല്ല കൈയടികൾ ഞങ്ങൾ നല്ല അംഗീകാരങ്ങളായിട്ട് ഏറ്റെടുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ നമ്മുടെ പാസ്റ്റർമാർക്ക് സമയം കൊടുക്കണമെന്നുണ്ട്. പക്ഷേ സമയം പോയി. നമ്മുടെ BBS തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഈ BBSനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ പല സ്ഥലങ്ങളിലും BBS നടക്കുകയാണ്. പല മേഖലകളിലും പല പ്രോഗ്രാമുകൾ നടക്കുക. കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഞങ്ങൾ അവസാനം BBS വേണ്ട എന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഒരു പക്ഷേ 50 പിള്ളേരോ 100 പിള്ളേരോ മാത്രമൊക്കെ വരാൻ സാധ്യതയുള്ളൂ എന്ന് ചിന്തിച്ചു. അങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങൾ മടുത്തു പോയപ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇന്ന് ദൈവനാമഹത്വത്തിനായിട്ട് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രജിസ്ട്രേഷൻ 250 എത്തിയിരിക്കുകയാണ്. നമ്മുടെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, പാസ്റ്റർമാർ എല്ലാവരെയും കൂടെ കൂട്ടുമ്പോൾ 325 പേര് ഈ ഉദ്ഘാടന സമയത്ത് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹത്തിന്, സഹകരണത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതിന് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ അനൗൺസ് ചെയ്യുകയാണ്. നാളെ മുതൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു കുഞ്ഞിന് സമ്മാനം ഉണ്ടായിരിക്കും. 2, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കോർഡിനേറ്റേഴ്സോ അധ്യാപകരോ അങ്ങനെയുള്ളവർ, അതായത് ഇന്നല്ലാതെ പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്, അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് മനോഹരമായൊരു സമ്മാനം. നമ്മുടെ ഇവിടുത്തെ പാസ്റ്റർമാർ ഇന്ന് ആരെങ്കിലും, ഞാൻ നോക്കിയിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല, ഓക്കെ, ആരെങ്കിലും മിണ്ടിപ്പിക്കും. ഓക്കെ, ഇവരാരെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അങ്കിൾമാരൊക്കെ ഉണ്ട്, നല്ല ഏറ്റവും മനോഹരമായ 2 സമ്മാനങ്ങൾ അതിനായിട്ട് ഞങ്ങൾ മാറ്റിവെക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉത്സാഹത്തോടെ നാളെ മുതൽ കടന്നു വരണം. ഇന്ന് ഒരല്പം അപാകതകളൊക്കെ ഉണ്ട്. നാളെ ഞങ്ങൾ അതെല്ലാം പരിഹരിച്ച് ഏറ്റവും നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 1-2 നന്ദി വാക്കുകൾ സൂചിപ്പിക്കാൻ വേണ്ടി MUPFന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സാംബി ജോസഫ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മൾ അനിൽ സാറിന് മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഈ BBSന്റെ ആരംഭ സമയം തൊട്ട് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രിയ സാംബാസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളൊരു നല്ല കൈയടി കൊടുത്തേ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെല്ലാം പാട്ടിന് വേണ്ടി, കഥകൾക്ക് വേണ്ടി, സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവസാനിക്കുന്നു. ഇവിടെ ഗോഡ്സൺ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു 100 കുട്ടികളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അത്രേ വരത്തുള്ളൂ വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് 300 പിള്ളേർ നമുക്ക് ഉറപ്പായി. 250 പിള്ളേർ കഴിഞ്ഞു. നാളെ 50 പിള്ളേർ കൂടുതൽ വരും. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തുടക്കം ദൈവം തമ്പുരാൻ തന്നു. ഒത്തിരി അധ്വാനമുണ്ട്. പ്രത്യേകം ഈ സഭയെ നമ്മൾ വളരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു VBS നടക്കുന്ന ചർച്ച എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇവിടെ തുടക്കം മുതൽ പ്രായം, ഇവർ കുഞ്ഞുവഞ്ചാൻ ഉൾപ്പെടെ, കുഞ്ഞുട്ടിച്ചാൻ, അവർക്കിവിടെ സഭയിലെ എൽഡേഴ്സാണ്, അവരുൾപ്പെടെ സഹോദരിമാർ, സഹോദരന്മാർ, ഇവിടുത്തെ യൂത്ത് എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ വളരെ അധ്വാനിക്കുന്നു. നമ്മളെ ആത്മാർത്ഥമായിട്ട് വെൽക്കം ചെയ്യുന്നു. ഈ സഭയ്ക്കിതൊരു ബ്ലെസ്സിങ് ആകണം, ഈ സഭയ്ക്കൊരു അനുഗ്രഹമാകണം. പ്രത്യേകം അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരി നന്ദി പറയുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കും. അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ സമർപ്പണം, എല്ലാത്തിനായിട്ട് ദൈവത്തെ നന്ദി പറയുന്നു. ഒത്തിരി പേരുകൾ പറയാനുണ്ട്. ഇത് നമ്മൾ 6-5 ദിവസം ഉണ്ടല്ലോ, നമുക്ക് ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകം അവരോട് നന്ദി പറഞ്ഞു. മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് വലിയ കൃപയാണ്. ഇത് നമ്മുടെ ഒരു മിനിസ്ട്രിയാണ്. MUPF ഒരു കൺവെൻഷൻ പ്രധാനമായിട്ട് നടത്തുന്നു. ചാരിറ്റി വർക്കുകൾ, പല പ്രവർത്തനമുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കുഞ്ഞുങ്ങൾക്ക്, വളരെ അർഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ചില നന്മകളൊക്കെ കൊടുക്കാറുണ്ട്. ബാഗുകൾ, അതുപോലെ മറ്റ് നന്മകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കണം, കർത്താവിന് വേണ്ടി നേടണം എന്നുള്ള വലിയ ചിന്തയോടുകൂടെ കുട്ടികളുടെ ഒരു മിനിസ്ട്രിയോടെ, ശുശ്രൂഷയോടെ ആരംഭിക്കാൻ ഈ വർഷം MUPFന് സാധിക്കുന്നു. അത് വളരെ അഭിമാനമായിട്ട് കരുതുന്നു. നമുക്ക് ഏറ്റവും ഇന്ന് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവിടെ ആത്മീയ കാര്യങ്ങൾ. ആ നിലയിൽ
ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങി വെച്ചു. ഈ തുടക്കം തന്നെ ബെന്നി പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറി. ഇതൊരു ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ്, ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് ആണ്, ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. MEPF ജനറൽ ബോഡിയാണ് ഇത് തീരുമാനിച്ചതെങ്കിലും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് ഞങ്ങളിത് കരുതുന്നു. മഹത്വമെല്ലാം ദൈവത്തിന് നൽകുന്നു. നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഗോഡ്സം പാസ്റ്ററും ഫിന്നി മോനും കൂടെ ചേർന്ന് നമ്മുടെ ഡയറക്ടേഴ്സിനെ വെൽക്കം ചെയ്യും. എങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് 40 VBS ആണ് എക്സൽ VBS ഇന്നും തുടങ്ങുന്നത്. 40 VBS. അതിൻ്റെ സ്ഥാപകൻ തന്നെ നമുക്ക് ഡയറക്ടറായിട്ട് വന്നിരിക്കുകയാണ്. അനിൽ സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയ ജിൻസി ആൻറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ അനിൽ അങ്കിളും ജിൻസി ആൻറ്റിയും അവർ ഫാമിലി ആയിട്ട് ഒരാഴ്ച ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. 40 VBSലും പോകേണ്ട ഒരു മനുഷ്യനാണ്. ഇവിടുത്തെ പാട്ടുകളിൽ അദ്ദേഹം ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്. ആക്ഷന്, ഗെയിംസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നലെ ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇത് ചെയ്തു. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഇത് മല്ലപ്പള്ളി UPF കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു VBS ആണ് ഇവിടെ നടത്തുന്നത് എന്ന വലിയ ചിന്തയോടുകൂടെ ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവരെ തന്നെ ഇവിടേക്ക് അവർ ആ ടീം വിട്ടത്. വളരെ നന്ദിയുണ്ട്. ഹർഷ ആരവത്തോട് അവരെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആകും. ഇതുവരെ നിങ്ങൾ VBSൽ പഠിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ VBSൽ നിങ്ങൾ പഠിക്കും. പ്രത്യേക ടീച്ചേഴ്സിനോട് നന്ദി പറയുന്നു. പ്രത്യേക പ്രിയമുള്ളവരെ പരിമിതികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒന്ന് സഹിച്ച് ക്ഷമിച്ച്, ചൂട് കാണും, ഇരിക്കാൻ കസറ കിട്ടിയില്ലെന്ന് വരും, എവിടെയെങ്കിലും മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ തറയിൽ ഇരിക്കേണ്ടി വരും. ഇതെല്ലാം ദൈവവേലയാണെന്ന് മനസ്സിലാക്കി, ഇത് ആത്മീയ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനോടും കോപ്പറേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു വെള്ളം നിങ്ങളുടെ അടുത്ത് വന്നില്ല, നിങ്ങൾ തന്നെ എഴുന്നേറ്റ് വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരും, വേറൊരാൾക്കൂടെ വെള്ളം എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം, സഹകരിക്കണം. ഇത് എൻ്റെ VBS ആണ്, നമ്മുടെ VBS ആണ്, ഞങ്ങളുടെ VBS ആണ് എന്ന മനോഭാവത്തോടെ പാസ്റ്റർമാർ എല്ലാവരും ഒത്തൊരുമയോട് സഹകരിക്കാം. ഇവിടെ MA ഫിലിപ്പ് സാറിനോട് ഒരു ആശംസ വെച്ചാണ് സാർ പറഞ്ഞു, വേണ്ട ഞാൻ പറയുന്നില്ല, ബെന്നി പാസ്റ്റർ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോട് ഒത്തൊരുമയോടുകൂടി നമുക്ക് സഹകരിക്കാം. എല്ലാ പാസ്റ്റേഴ്സിനും ഓരോ മിനിറ്റ് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാണ്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ സ്റ്റേജിരിക്കുന്ന മുഴുവൻ പേർക്ക് ഓരോ മിനിറ്റ് കൊടുക്കണം എന്ന് ഇവിടെ തീരുമാനിച്ചതാണെങ്കിലും സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും വരണം. ഓക്കെ, ഏറ്റവും സമാപന ദിവസം സാറ്റർഡേ നിങ്ങൾ വരണം. ഓക്കെ, എല്ലാവർക്കും വലിയ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, വലിയ സദ്യയൊക്കെ ഉണ്ട് ഏറ്റവും ലാസ്റ്റ് ഡേയിൽ. ഓക്കെ, അന്ന് എല്ലാവരും അവസാനം പറഞ്ഞ എല്ലാ ദിവസവും MEPFലെ പ്രവർത്തകർ വന്ന് ഇതൊന്ന് വാച്ച് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇവിടെ കൗണ്ടറിലൊക്കെ ഒത്തിരി തിരക്കായിരുന്നെന്ന്, രജിസ്ട്രേഷൻ മുഴുവൻ കംപ്ലീറ്റ് ആയതെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇതിനിടയ്ക്കെല്ലാം നടക്കും. ഒന്നും വിഷമിക്കേണ്ട. ഇപ്പോൾ അനിൽ സാറിൻ്റെ കയ്യിലോട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഭംഗിയായിട്ട് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യും. നമ്മളെല്ലാം അദ്ദേഹം ചേർത്ത് പിടിക്കും, പിള്ളേരെല്ലാം ചേർത്ത് പിടിക്കും. മനോഹരമായൊരു VBS. ഒറ്റ പാസ്റ്റർമാർ ഇവിടുന്ന് ഇറങ്ങിപ്പോകത്തില്ല, ഇത് തീരാതെ നിങ്ങൾ പോകത്തില്ല. അതുപോലുള്ള ഫീലിങ്ങും അന്തരീക്ഷം ഉണ്ടാകാൻ പോവുകയാണ്. അത്ര കാലിബറുള്ള ഒരു വ്യക്തിയാണ് പാസ്റ്റർ അനിൽ. തിയോളജിക്കൽ ഡിഗ്രിയുള്ള, അമേരിക്കയിൽ പോയി VBS നടത്തിയ, ഞാൻ കുവൈറ്റിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ അവിടെ വന്ന് VBS നടത്തിയ, UK പോയി VBS നടത്തിയ, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും ഇല്ല ഇവർ VBS നടത്താത്ത സ്റ്റേറ്റുകളിൽ. അങ്ങനെ ലോകത്തെമ്പാടും പോയി VBS നടത്തിയ ഒറ്റ മലയാളി ഉണ്ടെങ്കിൽ അനിൽ സാറ് മാത്രമായിരിക്കും. നമുക്ക് അഭിമാനമുണ്ട്, പെന്തക്കോസ്ത് സമൂഹത്തിന് അഭിമാനമുണ്ട്. പ്രിയ അനിൽ സാറ് അത്ര കാലിബറുള്ള, ദൈവകൃപയുള്ള പ്രിയ സാറിനെ ഓർത്ത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ബിഗ് സല്യൂട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ ഒരു നല്ല പാസ്റ്റാകാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ സഭ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. മനോഹരമായി പ്രസംഗിക്കും, മനോഹരമായിട്ട് സഭ നടത്താൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത് കുഞ്ഞുങ്ങളുടെ വേലയാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത്, കുട്ടികളുടെ ശുശ്രൂഷയാണ് ഈ വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമ, കഴിവുള്ള, തിയോളജിക്കൽ ഡിഗ്രിയുള്ള ഈ വ്യക്തി തിരഞ്ഞെടുത്ത്, ലാംഗ്വേജുകളുള്ള ഈ വ്യക്തി തിരഞ്ഞെടുത്ത് കുട്ടികളുടെ ശുശ്രൂഷയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള അനേക കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു CAയുടെ ഒരു സർക്കിളിൻ്റെ മോൻ, പെന്തക്കോസ്തൊന്നുമല്ല, ഈ VBS ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. എത്ര ആളുകൾ, വിവിധ സഭയിൽപ്പെട്ടവരെ, വിവിധ സമുദായത്തിൽപ്പെട്ടവരെ, ജാതി, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഇവിടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് അത്ഭുതമാണിത്. ഇത് പെന്തക്കോസ്ത് സഭയിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല പ്രിയ, അവരുണ്ട്. ഒരു 60% ഉണ്ട്. ബാക്കി എല്ലാവരും വിവിധ സമൂഹത്തിൽപ്പെട്ടവരാണ്. കയ്യെല്ലാം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടട്ടെ, ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടട്ടെ, ഒത്തിരി കുഞ്ഞുങ്ങൾ ചില കുരുക്കുകളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും വിടുവിക്കപ്പെടുന്ന ആഴ്ചയായിട്ട് ഇത് മാറും. പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം സ്തോത്രം. അവർ നമ്മുടെ ടീനേജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർക്കും ബ്ലസ്സഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. എല്ലാ അപ്രീസിയേഷനും അറിയിക്കൊണ്ട് എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മല്ലപ്പള്ളി UPFൻ്റെ പേരിലുള്ള അതിൻ്റെ കമ്മിറ്റി മെമ്പർ, ഈ സ്റ്റേജിലിരിക്കുന്ന മുഴുവൻ പേരും MEPFൻ്റെ കമ്മിറ്റി മെമ്പേഴ്സാണ്. ഇതിൻ്റെ പുറയിൽ അനീച്ചാൻ ഉൾപ്പെടെ അങ്ങനെ ബാക്കിൽ ഒത്തിരി പേരിൻ്റെ പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ എന്താ പറയുക, വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹായ് കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രിയ
എക്സലിലെ അങ്കിൾമാരെയൊക്കെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തേ. ഓക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ BBSനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, എക്സൽ ടീമിനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നല്ല അധ്യാപകരെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് വളരെ സർപ്രൈസായി പോയി അനിൽ സാറിൻ്റെ വരവ്. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അനിൽ സാറിനെ പോലുള്ള ഒരാളെ എക്സൽ ഇങ്ങോട്ട് അയക്കും എന്ന് ഞങ്ങൾ എന്ത് ചെയ്തില്ല, പ്രതീക്ഷിച്ചില്ല. കാരണം സാധാരണഗതിയിലൊക്കെ എക്സലിൻ്റെ ഏതെങ്കിലും കമ്മിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സ് ആയിരിക്കും സാധാരണഗതി വരുന്നത്. എക്സൽ എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ സ്ഥാപക ഡയറക്ടേഴ്സിൽ ഒരാളായിരിക്കുന്ന അനിൽ സാർ, എക്സലിൻ്റെ എല്ലാമായിരിക്കുന്ന അനിൽ സാറ് മാത്രമല്ല, അനിൽ സാർ കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കൂടെ ചേർന്ന് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്കൊന്ന് സ്വീകരിക്കാം. അനിൽ സാറെ മുന്നോട്ട് വരിക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള സമയം സാറിന് വിട്ടുതരികയാണ്. നല്ലൊരു കൈയടി ഒരുക്കി കൂടെ കൊടുത്തേ. സാറേ, ഫാമിലിയെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താനൊന്ന് വിളിച്ചാൽ. ആൻറ്റിയും മക്കളും എല്ലാം കുടുംബമായിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പം നമുക്കൊരു വെല്ലുവിളിയാണ്, അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷകർത്താക്കളെ ഒക്കെ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, ശരി. അനിൽ സാറിന് ഞാൻ മൈക്ക് കൈമാറുന്നു. സാറ് പരിചയപ്പെടുത്തും, അതിന് ശേഷം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതായിരിക്കും. കൂട്ടുകാരേ, ശബ്ദമില്ല നിങ്ങൾക്ക്? കുറച്ചുകൂടി ഉച്ചത്തിൽ കൂട്ടുകാരേ. ഇവിടെ ആരാണ്? സൂപ്പർ ബോയ്സ് ആണോ വണ്ടർ ഗേൾസ് ആണോ ജയിക്കാൻ പോകുന്നത്? ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേര് സൂപ്പർ ബോയ്സ്, നിങ്ങളുടെ പേര് വണ്ടർ ഗേൾസ്. അപ്പം ആരായിരിക്കും ജയിക്കുക? അപ്പം നമുക്ക് നോക്കാൻ വേണ്ടി പോകണം ആരാ ജയിക്കുക, ശബ്ദത്തിൽ ആരായിരിക്കും ജയിക്കാൻ നോക്കണം. വണ്ടർ ഗേൾസിന് ഇച്ചിരി കൂടുതൽ ആൾക്കാരുണ്ട്, പക്ഷേ സൂപ്പർ ബോയ്സേ ജയിക്കത്തുള്ളൂ. സാധാരണ അങ്ങനെയാണ് നടക്കുന്നത് അല്ലേ? അങ്ങനെയല്ല നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആദ്യം വണ്ടർ ഗേൾസിനോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. വണ്ടർ ഗേൾസ്, ആർ യു റെഡി? സൂപ്പർ ആയിരിക്കും. ഇനി നമ്മുടെ സൂപ്പർ ബോയ്സിനോടൊന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ്. സൂപ്പർ ബോയ്സ്, ആർ യു റെഡി? അതിഗംഭീരമായിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വണ്ടർ ഗേൾസിനെക്കാട്ടിൽ സൂപ്പർ ബോയ്സ് തന്നെയാണ് ശബ്ദത്തിൽ കൂടുതൽ അവർ തന്നെയായിരുന്നു. ഒറ്റ പ്രാവശ്യം കൂടെ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. റെഡി? തുടങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം നിങ്ങൾക്ക് തരാം അവസരം. റെഡി? 1 2 3 ഗോ. ആർ യു റെഡി സൂപ്പർ ബോയ്സ്? ആർ യു റെഡി വണ്ടർ ഗേൾസ്? സാമ്പാഷ ഏറ്റവും ശബ്ദം ആർക്കാണ്? ആദ്യം തന്നെ ഒരു പോയിന്റ് കൊടുക്കാം. അവർക്ക് ഫസ്റ്റ്, നിങ്ങൾക്ക് ഫസ്റ്റ്, നിങ്ങൾക്ക് 1ാം സ്ഥാനം. 2 പേർക്കും 500 പോയിന്റ് തരികയാണ്. 500 പോയിന്റ്. 2 ടീമിനും 500 പോയിന്റ് തരാൻ വേണ്ടി പോവുക. അപ്പം എല്ലാവർക്കും സ്നേഹവന്ദനം. സ്റ്റേജിൽ ഉപവിഷ്ടായിരിക്കുന്ന എല്ലാ ആദരണീയരായ ദൈവദാസന്മാർ, ഈ MUPFന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, ഈ VBSന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയ ഗോഡ്സൺ പാസ്റ്റർ, ഫിന്നി പാസ്റ്റർ, അധ്യാപകർ, എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രോഗ്രാം ഒത്തിരി സമയം മുമ്പോട്ട് പോയി എങ്കിലും വളരെ വേഗം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. എൻ്റെ കൂടെ വൈഫ് ജിൻസി, കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്, ജോഷ്ലിയ, അതുപോലെ തന്നെ സിസ്റ്റർ സുബി, ജോബി സാറിൻ്റെ വൈഫാണ് സിസ്റ്റർ സുബി. എല്ലാ ദേവദാസന്മാർക്കും താങ്ക് യു. വളരെ പെട്ടെന്നാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനൊരു വാക്യം പറയാം. ആ വാക്യത്തിൻ്റെ റെഫറൻസ് ആരാണോ കണ്ടുപിടിച്ച് ചാടി എഴുന്നേക്കുന്നത് അവർക്ക് ഒരു സമ്മാനം തരും, കൂടാതെ പോയിന്റും തരും. ഓക്കെ? വളരെ സിമ്പിൾ ആയിട്ടൊരു വാക്യമാണ് കേട്ടോ. ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചാടി എഴുന്നേറ്റ് പറയണം, എന്നാലേ എനിക്ക് പോയിന്റ് തരാൻ പറ്റത്തുള്ളൂ. റെഡി? 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ മോളാണ് ചാടി എഴുന്നേറ്റ് ഓടി വാ കണ്ട ഓടി വന്ന് നല്ലൊരു കൈഡി കൊടുത്തേ. വണ്ടർ എവിടെ? ഓടി വാ. സൂപ്പർ ബോയ്സ് ഒന്ന് ചാടി ആവശ്യത്തോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വാക്യം ചാടി കൃത്യമായിട്ട് പറഞ്ഞ, എന്താണ് മോളുടെ പേര്? സിയ. മോൾക്ക് കിട്ടുന്നു. നല്ല, നിങ്ങൾക്കും വേണ്ട സമ്മാനമൊക്കെ. ഇനി ഒരു കാര്യമുണ്ട്. ഈ മോളെ ഒന്ന് നോക്കിയേ, കണ്ടില്ലേ?
ഇനി നീ മോള് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ആ മോള് സ്റ്റേജിൽ വന്നതാണെന്ന് പറയണം. അങ്ങനെ വന്നവർ സ്റ്റേജിൽ വന്നാൽ ആ ടീമിന് -പോയിന്റ് ആയിരിക്കും. മനസ്സിലായോ? പിടിച്ചോ, നല്ലൊരു കൈഡി കൊടുത്തേ. കൂടാതെ സിയാമോക്ക് കിട്ടുന്നു, സിയാമോക്ക് നിങ്ങൾക്ക് നേടിത്തരുന്നു 500 പോയിന്റ്. 500 പോയിന്റ്. യെസ്. അതുപോലെ തന്നെ താണ്ട് ഇവിടെ ഉണ്ടോ സൈലസ്, ജോവാഷ്, രണ്ടുപേരും പോയിന്റ് ഒക്കെ കുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രൊജക്ടറിൽ ഇങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അധ്യാപകർ, എല്ലാ അധ്യാപകരും 2 സ്ഥലത്തായിട്ട് നിങ്ങൾ ഈക്വലായിട്ടിരിക്കണം. അധ്യാപകർ, ഞാനത് പറയുന്നില്ല, നിങ്ങൾ അധ്യാപകർ ഈക്വലി, നിങ്ങൾ വണ്ടർ ഗേൾസിന് കുറച്ച് പേരിരിക്കണം, സൂപ്പർ ബോയ്സിനും അധ്യാപകർ 2 വശത്ത് ഇരിക്കണം. അധ്യാപകരാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. അപ്പം അധ്യാപകരായിട്ട് വന്നിരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? അധ്യാപകരായിട്ട് വന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അധ്യാപകരായിട്ട് വന്നിരിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. യെസ്. അപ്പം അധ്യാപകരുടെ ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സ് ഈക്വലി 2 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ അധ്യാപകരെ ഒന്ന് തിരിച്ചിരുത്തണം. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനാണെങ്കിൽ രാവിലെ വന്നപ്പോൾ ഇവിടെ എല്ലാം ചെയർ ഇട്ടായിരുന്നു. ആരോ ആ ചെയറെല്ലാം എടുത്തു മാറ്റി. എന്നിട്ട് അതുകൊണ്ട് ഈ സൈഡിലുള്ളവർ കുറച്ച് ഇങ്ങോട്ട് നീക്കി നിന്നിട്ട് അധ്യാപകർ ചെയർ എടുത്തിട്ട്, ഒന്നീ ചെയർ എടുത്തിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടിരിക്കണം. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടെ ചെയർ ഉണ്ട്, ആ ചെയർ അങ്ങോട്ട് ഇട്ടിട്ട് ഓടി വന്ന് ഇങ്ങോട്ടിരുന്നു. ബാക്കിൽ ആരും ഇരിക്കുന്നു. അധ്യാപകർ ചെയർ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സൈഡിലോട്ടിരുന്നു. ഈ സൈഡ് ഒന്ന് നീക്കിയിരുന്നു. കാരണം നിങ്ങളാണ് ഈ VBSന്റെ ആവേശം മുഴുവനും. അധ്യാപകർ 100 നിൽക്കണം പെട്ടെന്ന്. അതിനെല്ലാം പോയിന്റ് ഉണ്ട് കേട്ടോ, അതിനെല്ലാം പോയിന്റ് ഉണ്ട്. ഇനിയും ഡൂവേഴ്സ്, അതായത് 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 14 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇത്രയും പേര് നല്ല നമ്മുടെ ഇവിടുത്തെ സീനിയർ കുട്ടികൾ ഇവരാണ്. ഇവർക്ക് നല്ലൊരു കൈയടി കൊടുത്തേ, നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോൾ ഈ VBSന്റെ വിജയം നിങ്ങളിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് വണ്ടർ ഗേൾസിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ കൈ ഉയർത്തിക്കേ. ഒരാൾ പെട്ടെന്നൊന്ന് കൈ ഉയർത്തിക്കേ. വണ്ടർ ഗേൾസിൽ സീനിയേഴ്സിൽ ഒരാൾ കൈ ഉയർത്തിക്കേ. ആരുമില്ല കൈ ഉയർത്താനായിട്ട്. നല്ല മിടുക്കിയായിട്ടൊരു കുട്ടി. ആമ്പിള്ളാരുടെ കൂട്ടത്തിൽ ഒരാൾ കൈ ഉയർത്തിക്കേ. ഒരാളൊന്ന് കൈ ഉയർത്തിക്കേ. ഉയർത്തുന്നില്ല ആരും? മിടുക്കരല്ലേ നിങ്ങൾ? യെസ്. ഓടി വന്നേ, ഓടി വന്നേ. ഓടി വാ, മുമ്പോട്ട് വാ. ഇവിടുന്ന് ഒരാൾ കൈ ഉയർത്തിക്കേ. ഒരാൾ കൈ ഉയർത്തിക്കേ. ഓടി വാ, ഓടി വാ, ഓടി വാ. മിടുക്കനാണ്. ഇങ്ങനെ ആവേശത്തോടെ നിൽക്കണം. ആവേശം. ഇനി മുമ്പോട്ട് വന്നേ, മുമ്പോട്ട് വന്നേ, മുമ്പോട്ട് വന്നേ. ഇവർ ഓടി വരുന്നതിനും പോയിന്റുകളാണ് കേട്ടോ. ഇനി 2 പേരും കൂടെ ഓടി മുമ്പോട്ട് വന്നേ. 2 പേരും കൂടെ ഓടി. ആദ്യം വരുന്നവർക്ക് പോയിന്റ് ഉണ്ട്. സൂപ്പർ ബോയ്സിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ, വണ്ടർ ഗേൾസിന്റെ ഭാഗത്തുനിന്ന് ഒരാളൂടെ ആദ്യം വരുന്നവർക്ക് പോയിന്റ് തരാൻ വേണ്ടി പോവാണ്. റെഡി? ആരാണ് ആദ്യം ഓടി സ്റ്റേജിലേക്ക് ഓടി? മിടുക്കി, നല്ല കണ്ടോ. 100 പോയിന്റ് ആദ്യം വന്നതിന്. 100 പോയിന്റ് വണ്ടർ ഗേൾസിന് 100 പോയിന്റ്. ഇവിടുന്ന് ഒരാളോട് ഓടി വരുന്നു സ്റ്റേജിലോട്ട്. ആവേശത്തോടെ വരൂ, മിടുക്കരായിട്ട് വരൂ. ആരുമില്ലേ? ഒരൊറ്റ കുഞ്ഞുങ്ങളില്ലേ വരാനായിട്ട്? ഓടി വാ. നല്ല സ്മാർട്ടായിട്ട് ഒരാൾ ഓടി വാ. പോയിന്റ് വാരിക്കോരി തരും. ഓടി വാ. ആരാ ഓടി വന്നേ? ഓടി വാ. ഈ മോൻ ഈ ഫ്രണ്ടിലേക്ക്. നീ മിടുക്കനാണ്. ഓടി വാ. നല്ലൊരു കൈഡി കൊടുത്തേ. നല്ലൊരു ആവേശത്തോടെ നിന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത 5 ദിവസം ഇവിടെ നമ്മൾ നടത്താൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഇപ്പോഴേതോ ഒരു ഗെയിം നടക്കുന്നുണ്ടല്ലോ. ഒരു ക്രിക്കറ്റ് ആണോ എന്തോ? അതെന്തോ ആയിരുന്നു? IPL ആണോ? ഇവിടെ അടുത്ത 5 ദിവസം IPL നടക്കാൻ വേണ്ടി പോവുക. ഈ IPL ആരാണ് ജയിക്കുന്നെന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിന് നയിക്കുന്ന ക്യാപ്റ്റൻസിനെയാണ് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്താണ് പേര്? ഏഞ്ചൽ. ഇവിടെ എന്താണ് പേര്? അബിയ. ഇതിന് എത്ര പഠിക്കുന്നേ? അപ്പോ 2 പേരെ നമ്മൾ ലീഡറായിട്ട് വെക്കുകയാണ്. മോടെ പേര് ഏഞ്ചൽ ആണ്. വണ്ടർ ഗേൾസിന് ഇന്ന് ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുത്തേ, നല്ലൊരു കൈയടി. രണ്ടാമത്തെ വൈസ് ക്യാപ്റ്റൻ അബിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ, നല്ലൊരു കൈയടി. അപ്പോൾ നിങ്ങൾ ജയിക്കുന്ന നിങ്ങളുടെ ടീമിനെ ജയിപ്പിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ബോയ്സിന്റെ ക്യാപ്റ്റൻ നിതിനാണ് ക്യാപ്റ്റനായിട്ട് നമ്മൾ വെക്കുന്നത്. സെക്കൻഡ് വൈസ് ക്യാപ്റ്റനായിട്ട് ജസ്റ്റിനാണ്. നല്ലൊരു കൈഡി കൊടുത്തേ, നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പം നിങ്ങളും ശ്രദ്ധിച്ചോണം, വന്നവർ വീണ്ടും സ്റ്റേജിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ പറയണം സാറേ അവർ വന്നതാണ്. മനസ്സിലായോ? അങ്ങനെ വന്നാൽ ഓപ്പോസിറ്റ് ടീമിനാണ് പോയിന്റ് കിട്ടുന്നത്.
ഓക്കെ, നിങ്ങളും പോയിന്റുകൾ കുറിച്ച് വെക്കാം. ഇവിടെ സ്കോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എങ്കിലും നിങ്ങൾക്കും കുറിച്ച് വെക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു കൈയടി നമ്മുടെ ക്യാപ്റ്റൻസിന് കൊടുത്തേ. യെസ്, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടർ ഗേൾസിന് നമ്മുടെ ഇവിടുന്ന് ടീച്ചേഴ്സിൽ നിന്ന് 2 ലീഡേഴ്സിനെ നമ്മളാക്കുകയാണ്. ഒന്ന് ഈ ടീച്ചറാണ്, 2 ഈ ടീച്ചറാണ്. ഓടി വന്നേ മുമ്പോട്ട്. ഈ നിങ്ങളെ കോച്ചിങ് നടത്തി നിങ്ങളെ സൂപ്പർ വിന്നേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി പോകുന്ന 2 ടീച്ചേഴ്സാണ്. പേര് അക്സ ടീച്ചറിന് നല്ലൊരു കൈയടി കൊടുത്തേ. സുബി ടീച്ചറിന് നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ ഇവരെ കോച്ചിങ് കൊടുത്ത് ഡിസിപ്ലിന് നിങ്ങൾക്ക് ഭയങ്കര ഇതാണ്ട്, ആൾക്കാരെ 100 വരുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളും കോച്ചസും ക്യാപ്റ്റൻസും കൂടെ നല്ലപോലെ നിന്നിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനിയും ഇവിടുന്ന് 2 പേര് ഓടി വന്നേ. എവിടെ 2 ടീച്ചേഴ്സ്? ഇവിടെ ആരും ഇല്ലേ? ഓടി വാ, നമ്മുടെ 2 ടീച്ചർമാർ ഓടി വാ. രജനി ടീച്ചർ നല്ലൊരു കൈയ്യടി കൊടുത്തേ. സൂപ്പർ ബോയ്സിനെ ഒരാളോട് ഓടി വരുന്ന ഒരു ടീച്ചറൂടെ ഓടി വാ. ഒരു ടീച്ചറൂടെ സൂപ്പർ ബോയ്സിന്റെ ആരും ഇല്ലേ? ടീച്ചർമാരും ഇല്ലേ? നമ്മുടെ കണ്ണാടി വെച്ചത് സാറ്. ഓടി വാ. കണ്ണാടി വെച്ചതാണ്ട് ആ ടീച്ചറിന് ഓടി വാ. പോൾ ടീച്ചർ, ഓക്കെ, പോൾ സാറ് ഓടി വരുന്നു. 2 പേര് മതി. പോൾ സാറും രജനി ടീച്ചറും കൂടാണ് നമ്മുടെ സൂപ്പർ ബോയ്സിന്റെ കോച്ചസ് ആയിട്ടുള്ളത്. നല്ലൊരു കൈയടി കൊടുക്കുന്നു. അപ്പോ ഇവരെ ജയിപ്പിക്കുവോ? കറക്റ്റായിട്ട് കോച്ചിങ് കൊടുക്കുവോ? രജനി ടീച്ചർ സൂപ്പർ ബോയ്സിന്റെ കോച്ചസ് ആണ്. ശ്രമിക്കും. ആരാണ് ജയിക്കും നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇവർക്ക് കോച്ചസിനെ മനസ്സിലായോ? ഇന്നത്തെ ക്യാപ്റ്റൻസിനെ മനസ്സിലായോ? യെസ്, താങ്ക് യു സോ മച്ച്. യു ബി സീറ്റഡ്. നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ കറക്റ്റായിട്ട് ടീച്ചേഴ്സിനെ ഒന്ന് ഇരുത്തി നിങ്ങൾ റെഡിയാക്കുക. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം കൂടെ, ആർ യു റെഡി? ഇന്ന് ഒത്തിരി പ്രോഗ്രാമുണ്ട്. ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാമുണ്ട്. ഇന്ന് നമ്മളെ ഇന്ന് കാണാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. ഈ മല്ലപ്പള്ളി UPF എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലീസ് ബി സീറ്റഡ്, നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, ടീച്ചേഴ്സ് കോച്ചസ് ഈ ചെയറിൽ ടീച്ചേഴ്സിനെ ഇരുത്താൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ഇരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് -പോയിന്റ് ആവും. കോച്ചസ് ഇവിടെ ഇങ്ങനെ ടീച്ചർമാരെ ഇരുത്തണം. നിങ്ങളുടെ ഈക്വലി ടീച്ചർമാരെ ഇരുത്തണം. ഓക്കെ, ഇനിയും ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഒരു വിശിഷ്ട അതിഥി സെക്കൻഡ് ടൈമിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കാണാൻ സന്തോഷമുണ്ടോ? പിന്നെ ഈ VBSന് നമുക്ക് ഇന്ന് ഒത്തിരി എക്സലിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ബ്ലെസ്സി ആൻറ്റി മുമ്പോട്ട് വന്നാട്ടെ. ബ്ലെസ്സി ആൻറ്റി ഓടി വന്നാട്ടെ. സുബി സിസ്റ്റർ മുമ്പോട്ട് വന്നാട്ടെ. കണ്ടോ? ഇവരെയൊക്കെ കണ്ടോ? നിങ്ങളെ കാണാൻ വേണ്ടി എത്ര പേരാ വന്നിരിക്കുന്ന അറിയോ? ഈ ആൻറ്റി അറിയാമോ ഈ ആൻറ്റിയെ? ഭയങ്കര പാട്ടുകാരിയാ. ഞാൻ പാട്ട് പാടാന്നോ വിചാരിച്ചു. ഇനി ഞാൻ പാടുന്നില്ല. ഇനിയും ആൻറ്റിയെ കൊണ്ടാ പാടിപ്പിക്കാൻ പോകുന്നത്. ബ്ലെസ്സി ആൻറ്റി ഇന്ന് നമ്മുടെ നടുവിൽ വന്നിരിക്കുകയാണ്. ഇന്ന് മാത്രമേ ബ്ലെസ്സി ആൻറ്റി ഉള്ളൂ. നാളെ മുതൽ വേറെ സ്ഥലങ്ങളിൽ VBS ആയിട്ട് പോവുകയാണ്. അപ്പോൾ are you ready, super boys? Are you ready, wonder girls? അപ്പൊ are you ready എന്ന് ചോദിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം സുബി ആൻറ്റി കാണിച്ചു കൊടുക്കും. are you ready? അറിയാലോ are you ready എന്ന് പറയുമ്പോൾ യെസ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഒന്ന് എല്ലാവരും കൂടെ സുബി ആൻറ്റിയോട് ചോദിച്ചേ are you ready എന്ന് ചോദിച്ചേ. സൂപ്പർ. ഒരൊറ്റ പ്രാവശ്യം കൂടെ ചോദിച്ചേ. ഓക്കെ, ഇനിയും എല്ലാവരും ഒന്ന് കാണിച്ചേ. റെഡി, 1 2 3 ഗോ. യെസ്, AI ജെൻ. കേട്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. റെഡി, 1 2 3 ഗോ. യെസ്, AI ജെൻ. ഇനിയിപ്പോൾ ആർ യു റെഡി എന്ന് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടുന്നത് ഈ പറഞ്ഞ സ്പെഷ്യൽ നമ്പർ ആണ്. ഓക്കെ, നോക്കാൻ വേണ്ടി പോയിന്റ് തരാൻ വേണ്ടി പോവാണ്. റെഡി? ആദ്യം ചോദിക്കുന്നു, വണ്ടർ ഗേൾസ് ആർ യു റെഡി? സ്വന്തം പേര് പോലും അറിയുന്നു ആണെങ്കിൽ. ഞാൻ വണ്ടർ ഗേൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പറഞ്ഞേ? നിങ്ങൾ എന്താ പറയാതിരുന്നേ? അപ്പോൾ ആർ യു റെഡി, വണ്ടർ ഗേൾസ്? അതൊരു ഇച്ചിരിയുടെ സ്പീഡിൽ പറയണം കേട്ടോ. യെസ്,
ജെൻ. അത്രയും ഫാസ്റ്റ് പറഞ്ഞു. റെഡി 1 2 3 ഗോ. ആർ യു റെഡി വോണഗേഴ്സ്? യെസ്. ആർ യു റെഡി സൂപ്പർ ബോയ്സ്? സൂപ്പർ സൂപ്പർ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. തീം മറ്റൊന്നുമല്ല, AI ജെൻ. AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷേ നമ്മുടെ BBSൽ നമ്മൾ പഠിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചല്ല, നമ്മൾ പഠിപ്പിക്കുന്നത് ഓതന്റിക് ഇന്റലിജൻസ്. ഉറക്കൊന്ന് പറഞ്ഞേ, ശബ്ദത്തോട് പറഞ്ഞേ, ഓതന്റിക് ഇന്റലിജൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പാട്ട് നമ്മൾ പാടാൻ വേണ്ടി പോവാണ്. ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത് പ്രിയ ബ്ലെസ്സി ആൻറ്റി ആണ്. ബ്ലെസ്സി ആൻറ്റി മുമ്പോട്ട് വന്ന് പാടും. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI ന്റെ കാലമാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മാ ജുമ്മാ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മാ ജുമ്മാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. പാടിക്ക എല്ലാരും ഒന്ന്. കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം, പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ, നാണം ഞാൻ നാണം ഞാൻ നാണം കേട്ടല്ലോ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചുകൊണ്ടൊന്ന് പാടി കേൾക്കപ്പെടാം everyone. Very good. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മാ ജുമ്മാ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മാ ജുമ്മാ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ, വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. ഏറ്റവും നന്നായിട്ട് ആരാ പാടിയ? ഇവരാണോ പാടിയ? ഏറ്റവും നന്നായിട്ട് ആരാ പാടിയ? രണ്ട് ടീമിന് ഞാൻ 500 പോയിന്റ് തരികയാണ്. 500 നല്ല രണ്ടുപേരും അങ്ങനെ വെച്ചു. ഇതൊരു വല്ലാത്ത കാലമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചതിക്കുഴികളിൽ വീണു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഏറ്റവും നല്ലതായിരിക്കും. Hallelujah, ha ha ha, hallelujah, ha ha ha, hallelujah, ha ha ha, hallelujah. നിർമ്മല ഹൃദയവുമായി വചനത്തിൽ ഉറച്ചിടാം. നിർമ്മല ഹൃദയവുമായി വചനത്തിൽ ഉറച്ചിടാം. ക്രിസ്തുവിൻ വേല തികച്ചിടാം. യേശുവിനായി പോയിടാം. ക്രിസ്തുവിൻ വേല തികച്ചിടാം. യേശുവിനായി പോയിടാം. ഹാ 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 ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ പാടിടാം യേശുവിനായി. ഹാ 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 ഹല്ലേലൂയ പാടിടാം യേശുവിനായി. യേശുവിൻ നാമം ഉയർത്തിടാം. യേശുവിൻ നാമം ഉയർത്തിടാം. ക്രിസ്തുവിനായി നിന്നിടാം. പഠിക്കേ. യേശുവിൻ നാമം ഉയർത്തിടാം. ക്രിസ്തുവിനായി നിന്നിടാം. പാപത്തെ വെറുത്തിടാം. യേശുവിനായി ജീവിക്കാം. പാപത്തെ വെറുത്തിടാം. യേശുവിനായി ജീവിക്കാം. ശബ്ദമുയർത്തി ഹല്ലേലൂയ പാടിടാം യേശുവിനായി. കരങ്ങളെ തട്ടി ഹല്ലേലൂയ പാടിടാം യേശുവിനായി. ജീവിക്കാം ക്രിസ്തുവിനായി. പങ്കിടാം സുവിശേഷം. പഠിക്കേ. ജീവിക്കാം ക്രിസ്തുവിനായി. പങ്കിടാം സുവിശേഷം. നിലനിൽക്കാം യേശുവിനായി അന്ത്യനാൾ വരെ. നിലനിൽക്കാം യേശുവിനായി അന്ത്യനാൾ വരെ. ഹല്ലേലൂയ പാടിടാം യേശുവിനായി. ഹല്ലേലൂയ പാടിടാം യേശുവിനായി. ഹല്ലേലൂയ പാടിടാം യേശുവിനായി. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചേ. ഹല്ലേലൂയ പാടിടാം യേശു. ശബ്ദം ഉയർത്തി പാടിക്കേ. പാടിടാം. സൂപ്പർ ബോയ്സ് മാത്രം ഒന്ന് പാടിക്കേ. വണ്ടർ ഗേൾസ് മാത്രം ഒന്ന് പാടിക്കേ. വെരി ഗുഡ്. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചേ. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചേ. രണ്ട് ടീമും നന്നായിട്ട് ചെയ്തു. വളരെ ക്വിക്കായിട്ടൊരു ഗെയിം നടത്താൻ വേണ്ടി പോവാണ്. ജിൻസിയാന് മുമ്പോട്ട് വന്നിട്ട് ഗെയിം നടത്തും. ആ ഗെയിമിൽ ജയിക്കുന്നവർക്ക് 1000 പോയിന്റാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഔട്ടാവുന്നവർ പെട്ടെന്ന് ഇരിക്കണം. പെട്ടെന്ന് ഇരിക്കണം. അതിനുശേഷമായിട്ട് ഇതിലേക്ക് പോകുന്നു, ഗെയിമിലേക്ക് പോകുന്നു. ഹലോ, എല്ലാവരും റെഡിയാണോ ഗെയിം കളിക്കാൻ? ആർ യു റെഡി? മറന്നുപോയോ? സുബിയാനി രാവിലെ കാണിച്ചത് മറന്നുപോയോ? എങ്ങനെ ആർ യു റെഡി എന്ന് പറയുമ്പോ എങ്ങനെ കാണിക്കണ്ടേ? അപ്പൊ ഒരുമിച്ച് പറയുന്നു, ആർ യു റെഡി? അപ്പൊ സൂപ്പർ ബോയ്സിനോട് മാത്രം ചോദിക്കുന്നു, ആർ യു റെഡി സൂപ്പർ ബോയ്സ്? Wonder Girls, are you ready? 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 Wonder Girls, are you ready?
അപ്പൊ 3 വേർഡിന് 3 ആക്ഷൻസ് ഉണ്ട്. ആന്റി കാണിച്ചു തരാം ആദ്യം. ഡാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 2 കൈ കൊണ്ട് കണ്ടുപൊത്തുന്നു. ഡാർക്ക്. ഡിം എന്ന് പറയുമ്പോൾ 2 കൈയും താപ്പോട്ട് ഇങ്ങനെ പിടിക്കുന്നു. ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കാണിക്കുന്നു. എല്ലാവർക്കും കിട്ടിയോ? ഡാർക്ക്, ഡിം, ലൈറ്റ്. ഡാർക്ക്, ഡിം, ലൈറ്റ്. എല്ലാവർക്കും കിട്ടിയല്ലോ? ഇപ്പൊ നമ്മൾ ഓക്കെ, നിങ്ങൾ ആക്ഷൻ ഒക്കെ മാത്രം കാണിച്ചാൽ മതി. നിങ്ങൾ പറയണ്ട കേട്ടോ. ആന്റി പറയുന്നതിനനുസരിച്ചുള്ള ആക്ഷൻ നിങ്ങൾ കാണിച്ചാൽ മതിയേ. അപ്പം ഈ ഗെയിമിന് ജയിക്കുന്നവർക്ക് കിട്ടുന്നത് എത്ര പോയിന്റാ? 1000 പോയിന്റ് ലഭിക്കാൻ പോവാ. ഇവിടുത്തെ സൂപ്പർ ബോയ്സ് ആണോ വണ്ടർ ഗേൾസ് ആണോ ഇത് ജയിക്കാൻ പോകുന്നത് നോക്കുന്നു. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഡാർക്ക്. ആരും പറയണ്ട, ആക്ഷൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. Dark, dim, light. Dark, dim, light. ഇതിന്റെ കൂട്ടത്തിൽ തെറ്റിക്കുന്നവർ എന്ത് ചെയ്യണം? ഇരിക്കണം കേട്ടോ. ആരും കള്ളത്തരം ചെയ്യില്ല. ടീച്ചേഴ്സ് കൂടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സ്റ്റുഡൻസിനെ ഒന്ന് നോക്കുക. കുഞ്ഞുങ്ങളെ എല്ലാം നിങ്ങളൂടെ വാച്ച് ചെയ്യണം. തെറ്റ് ചെയ്യുന്നവരെ, തെറ്റായിട്ട് കാണിക്കുന്നവരെ നിങ്ങൾ ഇരുത്തണം. ഓക്കെ? ഡാർക്ക്, ഡിം, ലൈറ്റ്. ഡാർക്ക്. തെറ്റിച്ച് കാണിച്ചവരെ ഇരുന്നേ. കുഞ്ഞുങ്ങളൊക്കെ മുന്നോട്ടൊക്കെ നോക്കണേ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ തെറ്റിച്ച് കാണിക്കുന്നവർ ഇരുന്നോണം. ഡാർക്ക്, ഡിം, ലൈറ്റ്. ഡാർക്ക്, ഡിം, ലൈറ്റ്. ലൈറ്റ്. ഡാർക്ക്, ഡാർക്ക്, ഡിം, ലൈറ്റ്. എന്നെ നോക്കണം. എന്നെ നോക്കാത്ത മോളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നെ നോക്കുകയും ചെയ്യണം, ആക്ഷൻ കാണിക്കുകയും ചെയ്യണം. ഓക്കെ? ഡാർക്ക്, ഡിം, ലൈറ്റ്. ഡാർക്ക്, ലൈറ്റ്. തെറ്റിച്ച് കാണിച്ചാൽ ഇരുന്നേ. ഡാർക്ക്, തെറ്റിക്കുന്നവർ പെട്ടെന്ന് ഇരിക്കണേ. light, dim, dark, light, dark, light, dim, light, dark, light, dim. Okay, dark, light, dim, light. തെറ്റിച്ച് കാണിച്ചോണ്ടിരിക്കണേ. ഡാർക്ക്, ഡാർക്ക്. കൈയെടുത്ത് ചലിപ്പിക്കുന്നവരും ഇരുന്നോണം. ഡാർക്ക്, ഡാർക്ക്, ലൈറ്റ്, ഡിം, 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 ലൈറ്റ്, ലൈറ്റ്, ഡാർക്ക്, ഡിം, ലൈറ്റ്, ലൈറ്റ്, ഡാർക്ക്, ഡിം, ലൈറ്റ്, ഡാർക്ക്, ഡാർക്ക്. കൈ മാറ്റിയ മോള് പച്ചാക്കിട്ടെ. ഡാർക്ക്, ഡിം, ലൈറ്റ്, ഡിം. ഇനിയിപ്പം വണ്ടർ ഗേൾസ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഔട്ടല്ലേ? ഇരുന്നോ? ഔട്ടായി. ഇനി വണ്ടർ ഗേൾസ് 2 പേരും അവരെ മുമ്പോട്ടിങ് വിളിക്കാം. മുന്നോട്ട് ഓടി വന്നേ. നിൽക്കുന്ന കൂട്ടുകാർ ഓടി വന്നേ. 2 പേര് നല്ലൊരു കൈഡ് കൊടുത്തു. ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സൂപ്പർ ബോയ്സ് ഒറ്റ ഒരാളേ ഉള്ളൂ. വണ്ടർ ഗേൾസ് 2 പേരും. ആരായിരിക്കും ജയിക്കുന്നേ? സ്റ്റേജിലോട്ട് കയറിക്കാൻ. ഓടി വാ. ഇവിടെ വണ്ടർ ഗേൾസ് ആണ് തോന്നുന്നു. സ്മാർട്ട് ആണോ? അങ്ങനല്ല, നമ്മൾ സൂപ്പർ ബോയ്സ് ആണ് ഇപ്പോഴും സ്മാർട്ട് അല്ലേ? യെസ്, നമുക്ക് നോക്കാം ആരാണെന്ന് ജയിക്കുന്നു പോകുന്നത്. നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. യെസ്, നല്ലൊരു കൈഡ് കൊടുക്കുന്നു. നിങ്ങൾ ഇരുന്ന്. സൂപ്പർ ബോയ്സ് ഒറ്റ ഒരാളേ ഉള്ളൂ. ആരായിരിക്കും ജയിക്കുന്നേ? സൂപ്പർ ബോയ്സ് ആയിരിക്കോ അതോ വണ്ടർ ഗേൾസ് ആണോ? നമുക്ക് നോക്കാൻ പോവാണ് ഇതിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്ന്. കേട്ടോ? അപ്പൊ ആന്റിയെ നോക്കണം. ആന്റി പറയുന്നത് ഓക്കെ, റെഡി. dark, dim, light, dark, dim, light, dark. ചെറിയായിട്ട് കൈ ചലിപ്പിക്കുന്നവര് ഇരുന്നോണം കേട്ടോ. പോയി. രണ്ടുപേരും പോയോ? അല്ല, ഒരാൾ. അപ്പൊ സൂപ്പർ ബോയ്സ് ഒരാള് വണ്ടർ ഗേൾസ് ഒരാള് നോക്കാൻ പോവാ. ഓക്കെ? dark, dim, light, dark, dim, light, dark, light. ആരാ ഔട്ടായ? അവനാണോ? അപ്പോൾ വണ്ടർ ഗേൾസ് ആണ് ഫൈനലി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടർ ഗേൾസിന് ലഭിക്കുന്നു 1000 പോയിന്റ്സ്. കൂടാതെ സൂപ്പർ ബോയ്സിന് കിട്ടുന്നു 750 പോയിന്റ്. താങ്ക് യു. എന്ത് രണ്ടാമത്തെ സ്ഥാനം വന്ന മോൻ എന്ത് ഓടിവാ
ഈ വന്നവർ പിന്നെയും വരല്ലേ. ഓടി ഓടി ഓടി. ഓക്കെ, വന്നവര് സ്റ്റേജിൽ വീണ്ടും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും നല്ലൊരു മത്സരം നടത്താൻ വേണ്ടി പോവാണ്. ഈ ഗേൾസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ബുദ്ധിയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ചാടി എഴുന്നേക്കാം. ഇവിടെ ഒരാൾക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഗ്രൂപ്പിൽ പെടുന്നവർ, തിങ്കേഴ്സ് ഗ്രൂപ്പിൽ പെടുന്ന ഒരാൾ, തിങ്കേഴ്സ് ഗ്രൂപ്പിൽ, ഇവിടുന്നും തിങ്കേഴ്സ് ഗ്രൂപ്പിൽ പെടുന്നവർ 12, 13, 14 വയസ്സിലുള്ള ഒരാൾക്ക് ഓടി സ്റ്റേജിലേക്ക് വരാം. അവർക്കാണ് ആദ്യത്തെ അവസരവും പോയിന്റും കിട്ടുന്നത്. ഏറ്റവും മിടുക്കരായിട്ടുള്ള വരുന്നവർക്ക്, ആദ്യം വരുന്നവർക്ക് 500 പോയിന്റ്. ആദ്യം വരുന്നവർക്ക് മോനെ നിങ്ങളല്ല, തിങ്കേഴ്സ് ഗ്രൂപ്പ്, തിങ്കേഴ്സ് ഗ്രൂപ്പ് ഏറ്റവും ആദ്യം വണ്ടർഗേൾസ് ഓടി വരുന്നു. വണ്ടർഗേൾ ആരാ? ഓടി വാ, ഓടി വാ, ഓടി വാ, ചാടി ചാടി ഓടി. വണ്ടർഗേൾസ് സ്റ്റേജ്. സൂപ്പർ ബോയ്സിന്റെ ആവേശം കുറഞ്ഞു പോയി. ഇതാണ്ട് കണ്ട വണ്ടർഗേൾസ് ഇന്ന് പോയിന്റ് മുഴുവനും അവരാ കൊണ്ടുപോകാൻ പോകുന്നത്. ഓടി വാ, ഓടി വാ. യെസ്, ആദ്യം വന്നാൽ നിങ്ങൾക്ക് 500 പോയിന്റ് തരുന്നു. രണ്ടാമത് വരുന്ന തിങ്കേഴ്സിന്റെ ഗ്രൂപ്പ് നടാ കണ്ണാടി വെച്ച മോനെ, ഞാൻ ഈ കണ്ണാടി വെച്ച മോനെ, ഈ കണ്ണാടി വെച്ചാൽ ഈ പുറകില് ആ കണ്ണാടി വെച്ച മോനെ മോനെ ഓടി. യെസ്, ഓടി വാ, ഓടി വാ, കുഴപ്പമില്ല, വിളിച്ചു ഓടി വാ, ഓടി വാ. നല്ലൊരു കൈയടി കൊടുക്കുന്നു. നല്ലൊരു നിങ്ങൾ ഈ VBSൽ ഒരു പ്രാവശ്യം സ്റ്റേജിൽ വന്ന് പ്രോഗ്രാം ചെയ്യണം. ഓക്കെ, വന്നവർ വീണ്ടും വന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് പോയിന്റ് ആണ് കേട്ടോ. മത്സരം തരാൻ വേണ്ടി പോവാണ്. ആരാണ് ജയിക്കുന്നത്, ആരാണ് തോക്കുന്നത് നമുക്കറിയാൻ വേണ്ടി മാത്രമല്ല, ഇതിന് പ്രത്യേകം സമ്മാനമുണ്ട് കേട്ടോ. എന്നാ പിടിച്ചോ, തുറക്കല്ലേ, തുറക്കല്ലേ, തുറക്കല്ലേ. ഓക്കെ, കണ്ടോ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഭയങ്കര എന്തോ ജോയിയാ, കിൻഡർ ജോയ്. നമുക്കെല്ലാവർക്കും കിൻഡർ ജോയ് ഇഷ്ടമാണ് അല്ലേ? എന്തിനാ കിൻഡർ ജോയ് എല്ലാവരും മേടിക്കുന്നേ? അതിനകത്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളെ, കൊച്ചുകുട്ടികൾ ഒരാളെ പെട്ടെന്ന് പോയി നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണം നിങ്ങളെ സഹായിക്കാനായിട്ട്. നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അവരെയാണ് ശരിക്കും സഹായിക്കാൻ പോകുന്നത്. ഓടി ഒരാളെ വിളിച്ചുകൊണ്ട് വരണം. ആദ്യം വരുന്നവർക്ക് 500 പോയിന്റ് ഉണ്ട്. ആദ്യം കൊച്ചു പിള്ളേരാരെങ്കിലും ഒരാളെ. യെസ്, വന്നു കഴിഞ്ഞു. ഇത് വണ്ടർഗേൾസ് സൂപ്പറാണ്. 100 നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് കിൻഡർ ജോയ്ക്കകത്ത് ടോയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കിൻഡർ ജോയ് മേടിക്കുന്നത് ആ ടോയ്സ് കാണാനും കളിക്കാനും ഒക്കെയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ കിൻഡർ ജോയ് മേടിച്ചു. അതിനകത്ത് എന്തുണ്ട്? ടോയ്സ് ഉണ്ട്. അപ്പൊ മോള് ഈ കുഞ്ഞിന് ആ ടോയ് കൊടുക്കണം. ആ ടോയ് കൊടുക്കുന്നുണ്ട്. മോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോയെ ഫിക്സ് ചെയ്യണം. ഓക്കെ, ആദ്യം ആരാണോ ഇവരാണ് കൊടുക്കുന്നത്. ഇവർക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം. ഓക്കെ, റെഡിയല്ലേ? റെഡി. നിങ്ങൾ ആവേശം കുറയരുത്, കൈയടിച്ചവരെ പ്രോത്സാഹിപ്പിക്കണം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. തുറന്ന് അതിനകത്തുള്ള ടോയിയെ പെട്ടെന്ന് ഫിക്സ് ചെയ്ത് കൈ ഉയർത്തി കാണിക്കുവാണെങ്കിൽ 1000 പോയിന്റ് ആണ് ആ ടീമിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. 1000 പോയിന്റ്. ഏതെങ്കിലും കാരണവശാൽ അവർക്കത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കാം, അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. നല്ലൊരു കൈയടി. ആവേശത്തോടെ എങ്ങനെ അതിനെ ഒന്ന് ഫിക്സ് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് സഹായിച്ചു കൊടുക്കൂ, ഒന്ന് സഹായിച്ചു കൊടുക്കൂ. ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കൂ. ആവേശം കുറയരുത്. 1000 പോയിന്റ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. 1000 പോയിന്റ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ഒരു പാട്ട് മിസ്സിംഗ്. ഇവിടെയോ എല്ലാം ഉണ്ടോ? ഓക്കെ ആണോ? ഫിക്സ് ചെയ്യ് പെട്ടെന്ന്. ഓ സൂപ്പർ സൂപ്പർ, എല്ലാം ഉണ്ടെന്ന്. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ടോ? ശരിക്കും ഉണ്ടോ? ഉറപ്പാണ്. ഇത് കറക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത് കറക്റ്റ് ആണോ, ഇത് പാട്ട് മിസ്സിംഗ് ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്ത് വേണം? ആദ്യം ഇൻസ്ട്രക്ഷൻ പേപ്പർ. ഓഹോ, ഇൻസ്ട്രക്ഷൻ പേപ്പർ വേണം. നല്ലൊരു കൈഡി കൊടുത്ത്, നല്ലൊരു കൈഡി. പക്ഷേ ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് 1000 പോയിന്റ് നമ്മുടെ സൂപ്പർ ബോയ്സിന് 1000 പോയിന്റ് കിട്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ആയോ? ഒന്നും ആയില്ലേ?
അപ്പൊ ഇൻസ്ട്രക്ഷൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണോ? ഇൻസ്ട്രക്ഷൻ പേപ്പർ ഞാൻ പോക്കറ്റ് വെച്ചേക്കുമായിരുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പേപ്പർ ഇവിടെ, ഇൻസ്ട്രക്ഷൻ പേപ്പർ ഇവിടെ. നോക്കി കൃത്യമാണ് നോക്കണം, എല്ലാം ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം. നോക്കിയിട്ട് പെട്ടെന്ന് പറയണം. റെഡി, 1 2 3 ഗോ സ്റ്റാർട്ട്. നല്ലൊരു കൈഡ് കൊടുക്കുന്നു, നല്ലൊരു കൈഡ് കൊടുക്കുന്നു, നല്ലൊരു കൈഡ് കൊടുക്കുന്നു, നല്ലൊരു കൈഡ് കൊടുക്കുന്നു. ഇത് തന്നെയാണോ കിട്ടിയത്, അതോ മിസ് ചെയ്തിട്ടുണ്ടോ? ഒരു പാട്ട് മിസ്സിംഗ് ഉണ്ട്, അത് എൻ്റെ വാക്കിൽ കിടപ്പുണ്ട്. യെസ് 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 യെസ്, ഒരു പെട്ടെന്ന് നോക്കാം. ഒരു പാട്ട് മിസ്സിങ്. യെസ്, ഇതിനകത്ത് ഒരു പാട്ട് മിസ്സിംഗ് ഉണ്ട്. പെട്ടെന്ന് 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 നോക്കി ഫിക്സ് ചെയ്യും പെട്ടെന്ന്. ആദ്യം ചെയ്യുന്നവർക്ക് പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ട്. വാരിക്കോരി പോയിന്റുകൾ ആദ്യം ഫിക്സ് ചെയ്യണം. ആദ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പോയിന്റ്. ആദ്യം ഫിക്സ് ചെയ്താൽ 1000 പോയിന്റ്. നോക്ക്, മാനുവൽ നോക്കി ചെയ്യണം. ചെയ്തോ? പെട്ടെന്ന് ചെയ്. ആരാണ് അത്? നല്ലപോലെ കൈയടി കൊടുത്തേ, നല്ലൊരു കൈയടി കൊടുത്തേ. എങ്ങനെയാണ്? മാനുവൽ നോക്കി ഫിക്സ് ചെയ്യൂ. സൂപ്പർ. നമ്മുടെ വണ്ടർ ഗേൾസ് ആണ്. കറക്റ്റ് തന്നെയാണോ? നമ്മുടെ വണ്ടർ ഗേൾസ് ആണ് ആദ്യം ഫിക്സ് ചെയ്തത്. നമ്മുടെ സൂപ്പർ ബോയ്സ് ഇപ്പോഴും നടക്കട മാനുവൽ നോക്കി ചെയ്യടാ. ഇതെന്താടാ ചെയ്യടാ മാനുവൽ നോക്കി. അപ്പൊ വണ്ടർ ഗേൾസിന് കിട്ടുന്നു 500 പോയിന്റ്. ചെയ്തില്ലേ? കേറുന്നില്ലേ? ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്തേ നമ്മുടെ ബോയ്സിന്. കണ്ട, ഓരോ ചോക്ലേറ്റ് കൊടുത്തേ, വന്നവർക്ക് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുത്തേ. ഈ 2 കുഞ്ഞുങ്ങൾക്ക് കിൻഡർ ജോയിയാണ് കിട്ടുന്നത് കേട്ടോ. 2 കുഞ്ഞുങ്ങൾക്ക് കിൻഡർ ജോയ് സമ്മാനമായിട്ട് കിട്ടുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇനി വരല് കേട്ടോ. സ്റ്റേജില് വന്നു കഴിഞ്ഞാൽ മൈനസ് കിട്ടും. നല്ലൊരു ഗൈഡ് കൊടുത്തേ. യെസ്, സൂപ്പർ. താങ്ക് യു. നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയോ? താങ്ക് യു സോ മച്ച്. എന്നാ ഈ സ്പൂണൂടെ വേണമല്ലോ. സ്പൂൺ എന്നാ. യെസ്, ഇപ്പൊ കഴിക്കല്ലേ കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അല്ലെ നാളെ BBS വരണ്ടേ? യെസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ കിൻഡർ ജോയിൻ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പോ നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കതിന്റെ മാനുവൽ ഇല്ലാതായിപ്പോയി. എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാതെ പോയി. അത് അറിയുവാനുള്ള മാർഗമാണ് എന്ത്? അതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ഈ മൊബൈൽ ഫോണിനകത്ത് ഞാനൊരു ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ ഫിംഗർ വെച്ചാൽ എൻ്റെ മൊബൈൽ ഓപ്പൺ ആക്കാൻ പറ്റുമോ? അതെന്താ പറ്റാത്തത്? അതെൻ്റെ ഫിംഗർ വെച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. മനസ്സിലായോ? എൻ്റെ ഫിംഗർ വെച്ചാൽ മാത്രം. ഇത് ലോക്കായി കഴിഞ്ഞാൽ എൻ്റെ ഫിംഗർ വെച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. ഓക്കെ, എൻ്റെ ഫിംഗർ അങ്ങോട്ട് വെക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യും? നിങ്ങളുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും, അല്ലേ? പക്ഷെ വേറെ ഏതെങ്കിലും ഫിംഗർ വെച്ചാൽ ഓപ്പൺ ആവുമോ? ഒരിക്കല് ഒരു ട്രെയിനിൽ ഒരു യുവശാസ്ത്രജ്ഞൻ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ആ ട്രെയിനിൽ ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രായം ചെന്ന ഒരു വയോധികനായ ഒരു മനുഷ്യൻ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകണം. ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ, ശ്രദ്ധിച്ചോണേ. ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ യുവശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഹേ മണ്ടച്ചാരേ, സയൻസ് ഇത്രയും വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ നിങ്ങളും ഈ പഴഞ്ചൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്തോ ഒരു മണ്ടനാണ്. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ഇങ്ങനെ ആ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. ട്രെയിൻ ഇങ്ങനെ പോയി കുറച്ച് സമയം ചെന്നപ്പോ അവിടെ
ഈ യുവശാസ്ത്രജ്ഞൻ ഇറങ്ങാനുള്ള സ്ഥലമെത്തി. അപ്പോൾ യുവശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഈ പ്രായമുള്ള മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? എൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. എന്തെങ്കിലും സയൻസ് പരമായിട്ടുള്ള സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട. എന്നിട്ട് ഈ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, എൻ്റെ പേര് ഐൻസ്റ്റീൻ എന്നാണ്. എന്താണ് പേര്? ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് യുവശാസ്ത്രജ്ഞൻ പെട്ടെന്ന്, എൻ്റെ ദൈവമേ, വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണോ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്? അപ്പോൾ യുവശാസ്ത്രജ്ഞൻ പറഞ്ഞു, അങ്ങയുടെ സയൻസ് ലാബ് ഒന്ന് കാണാൻ വേണ്ടി എന്നെ ഒന്ന് അനുവദിക്കാമോ? ഞാനൊന്ന് വരട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ചില മാസങ്ങൾക്ക് ശേഷം ഈ യുവശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ്റെ സയൻസ് ലാബ് കാണുവാൻ വേണ്ടി കടന്നു വന്നപ്പോ ഈ യുവശാസ്ത്രജ്ഞൻ ചോദിച്ചു, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓ, ഈ ലാബ് എങ്ങനെ നല്ല മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, അത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ റൂമിലേക്ക് വന്നപ്പോൾ അത്ഭുതകരമായി ഈ സയൻസ് ലാബെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ യുവശാസ്ത്രജ്ഞൻ പുള്ളിയോട് പറഞ്ഞു, എന്നെ കളിയാക്കുകയാണല്ലേ? അന്നെന്താണ് ഞാൻ പറഞ്ഞത്? ട്രെയിനിൽ വെച്ചെന്നാണ് പറഞ്ഞത്. സയൻസിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കുന്നു, ബൈബിൾ വായിക്കുന്നു എന്ന്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ യുവശാസ്ത്രജ്ഞനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങളുടെ ഈ ചെറിയ തമ്പ് ഇംപ്രഷൻ, നിങ്ങളുടെ ഒരു ഫോണ് അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിൽ, വേറെ ആരുടെയും വിരൽ വെച്ചാൽ അത് തുറക്കാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങളെ എങ്ങനെ അത്ഭുതകരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. How many stars in this world? Hundreds of stars? Thousands of stars? Millions of stars? Billions of stars? Oh my goodness. Uncountable ആയിട്ടുള്ള സ്റ്റാർസിനെയും ഗാലക്സികളെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാ? Who created you? ദൈവം. ആദിയിൽ ദൈവം. ഇറക്കെന്ന് പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 4 കാര്യം നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ തീം എന്ന് പറഞ്ഞ നിർമ്മല ബുദ്ധിയുടെ ഉറവിടം. ഉറക്കെന്ന് പറഞ്ഞേ നിർമ്മല ബുദ്ധിയുടെ ഉറവിടം. ഇംഗ്ലീഷിൽ പറഞ്ഞ സോഴ്സ് ഓഫ് ഓത്തന്റിക് ഇന്റലിജൻസ്. ഈ സകലത്തെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഗോഡ് ക്രിയേറ്റഡ് ദിസ് യൂണിവേഴ്സ്. ദൈവം ഇതിനെ മുഴുവനും സൃഷ്ടിച്ചു. ആദ്യം ആരാ വാക്യം എടുത്ത് പറയുന്ന ഒരു 500 പോയിന്റ് തരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം അധ്യായം 3-ാം വാക്യം. 1 യോഹന്നാൻ 1:3. ജോൺ ചാപ്റ്റർ 1:3. ചാടി എഴുന്നേറ്റ് പറഞ്ഞോ, ചാടി എഴുന്നേറ്റ് വായിച്ചോ. ഓടി സ്റ്റേജിലോട്ട് വന്നേ. ഇവിടെ ബോയ്സ് ആണ് ആടി വരുന്നത്. യെസ്, സൂപ്പർ. കണ്ടോ, ഇത് ഇപ്പോൾ ആവേശം കൂടി. ഇപ്പോൾ ബോയ്സിന് ആവേശം കൂടി. യെസ്, കണ്ടോ, വണ്ടർ ഗേൾസിനെക്കാട്ടിൽ ആദ്യം സ്റ്റേജിലേക്ക് എത്തിയത് സൂപ്പർ ബോയ്സ് ആണ്. 500 പോയിന്റ് കിട്ടുന്നു സൂപ്പർ ബോയ്സിന്. വാക്യം എടുത്തുകൊണ്ട് ഓടി സ്റ്റേജിലേക്ക് വന്നത് കൊണ്ട് വായിച്ചേ. ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും, അവൻ മുഖാന്തരം ഉള്ളവയായത് ഒന്നും അവനെ കൂടാതെ ഉള്ളവയായതല്ല. All things were made by him, and without him was not anything made that was made. മോനെ, ഇതിലൊന്നും പണിയല്ലേ കർത്താവേ. -100 കേട്ടോ, -100. കുരുത്തക്കേട് കാണിക്കുന്നവർക്കെല്ലാം മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിലാണ് ആ പോയിന്റ് കിട്ടുന്നത്. കുറിച്ച് വെച്ചോളൂ, സൂപ്പർ ബോയ്സിന് 100 പോയിന്റ് ഫോർ സൂപ്പർ ബോയ്സ്. ആരും കുരുത്തക്കേട് കാണിക്കല്ല. കുരുത്തക്കേട് കാണിച്ചാൽ മൈനസ് കിട്ടും. സകലവും, ഉറക്കെന്ന് പറഞ്ഞ സകലവും
ഉറക്കെന്ന് പറഞ്ഞേ. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉറക്കെ ഒന്നുകൂടെ പറയാമോ? ശബ്ദം കേട്ടിട്ട് ഞാൻ പോയിന്റ് പറഞ്ഞു തരാം. അപ്പോ നമ്മുടെ ഇവിടുന്ന് ഒരു 3 പേര് ഓടി മുമ്പോട്ട് വരുന്നു. 3 പേര് ഓടി വരുന്നു. മിടുക്കരായിട്ടുള്ള വേണം വരാനായിട്ട്. ഇവിടുന്ന് ഒരു 3 പേര് ഓടി വരുന്നു. 3 പേര്, ആദ്യം വരുന്ന 3 പേര്. യെസ്, മിടുക്കര് വേണം, തോറ്റുപോകല്ല. മതി 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 മതി. ബാക്കിയുള്ളവർ വയ്ക്കോ, ബാക്കിയുള്ളവർ വയ്ക്കോ. ഈ കുഞ്ഞു വയ്ക്കോ, ഈ കുഞ്ഞു വയ്ക്കോ. മിടുക്കര് വേണം വരാൻ. വാക്യം കാണാതൊക്കെ പറയണം, അല്ലെ പോയിന്റ് ഒക്കെ പോവും. യെസ്, 3 പേര്. ഈ കുഞ്ഞു പോയിരുന്നോ? ഈ കുഞ്ഞു പോയിരുന്നോ? ഈ കുഞ്ഞു പോയിരുന്നോ? ഈ കുഞ്ഞു പോയിരുന്നോ? മിടുക്കര് വേണം വരാനായിട്ട്. നിങ്ങളെല്ലാവരും മിടുക്കരാണ്. യെസ്, നേരെ അങ്ങോട്ട് നിന്നേ. 1 2 3 4 5 ഇങ്ങോട്ട് നിന്നേ മോനെ. ബാക്കിലോട്ട് നിന്നേ. 6 7. ഏതാ നേരത്തെ വന്ന ആള്? -100. -100 പോയിന്റ് നേരെ സൂപ്പർ ബോയ്സിന്. വന്നവർക്ക് വരാൻ പറ്റത്തില്ല, പറഞ്ഞില്ലേ? വന്നവർക്ക് പിന്നെ വരാൻ പറ്റത്തില്ല. അങ്ങനെ വന്നവരെ ഐഡന്റിഫൈ ചെയ്താൽ 100 പോയിന്റ് ആണ്. വേറെ ആൾ കയറി വരൂ. വരാത്തവർ വേണം വരാനായിട്ട്. യെസ്, ഓടി വരുന്നു. മോള് വരുന്നു. വന്നവർ പിന്നെ വരരുത്. അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ -പോയിന്റ് കിട്ടും. -പോയിന്റ് കിട്ടും. യെസ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലോട്ടും ആ ചാർട്ട് പേപ്പർ ഒന്ന് കൊടുത്തേ. 1 2 3 4 5 6 7 7. ഈ മോനും പോയിരുന്നുള്ളൂ. ഈ മോനും പോയിരുന്നു. യെസ്, ഒന്ന് പിടിച്ചേ. ഓക്കെ. യെസ്. ഇനി ഇത് ഉറക്കെ പറയണം. ഉറക്കെ പറയുമ്പോ പോയിന്റ് തരാൻ വേണ്ടി പോവാണ്. ഓർഡറായിട്ടൊന്ന് പിടിച്ചേ. ഓർഡറായിട്ടൊന്ന് പിടിച്ചേ. ഓർഡറായിട്ടൊന്ന് പിടിച്ചേ. യെസ്. ഒരാൾ വേണ്ട. ഓക്കെ ഓക്കെ, ശരി. ഇനി ഉറക്കെ ഒന്ന് പറയണം കേട്ടോ. ഇവർ പറഞ്ഞിരിക്കുന്നത് ഉറക്കെ ഒന്ന് പറയണേ. ഉറക്കെ ഒന്ന് പറഞ്ഞേ. യോഹന്നാൻ. ഉറക്കെ പറ. യോഹന്നാൻ 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഓക്കെ. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ പദം നിങ്ങൾ പറയും, രണ്ടാമത്തെ പദം നിങ്ങൾ പറയും. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി പറയണം. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. റെഡി 1 2 3 ഗോ. നോക്കി വായിക്കാൻ പോലും ഇപ്പൊ അല്പം ലീഡ് ചെയ്തത് സൂപ്പർ ബോയ്സ് ആണ്. പക്ഷെ ഞാൻ അതിന് പോയിന്റ് തരത്തില്ല. കുറച്ചുകൂടെ ആവേശത്തോടെ എല്ലാവരും പറയണ്ട. റെഡി 1 2 3 ഗോ. ഇനി ഒരു കാര്യം ചെയ്യാം. ഒന്നാമത്തേത് നമ്മളൊന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാണ്. ഇനി പറഞ്ഞേ. ഏതൊക്കെയാണെന്ന് തിരിച്ചു വെക്കുന്നത് നോക്കണം കേട്ടോ. റെഡി? ഓക്കെ. പറഞ്ഞോ. സൂപ്പറാണല്ലോ. സൂപ്പറായിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. യെസ്. ഇനി ഒന്ന് പറഞ്ഞേ. ഇനി നിങ്ങളാണ് ഒന്നാമത്തേത് പറയേണ്ടത്. റെഡി 1 2 3 ഗോ. യോഹന്നാൻ. അടിപൊളിയായിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. കീപ്പ് പറഞ്ഞ് എല്ലാവരും പറഞ്ഞോണ്ട് വെക്കേ. ഉറക്കെ ഒന്നുകൂടെ പറഞ്ഞേ. യോഹന്നാൻ
അപ്പോൾ നമുക്കൊരു മത്സരം നടത്താൻ വേണ്ടി പോകണം. 2 പേർക്കാണ് അവസരം. ഇവിടെ നിന്ന് നമ്മുടെ 11, 12, 13 ആ വയസ്സിലുള്ള ഒരാൾക്ക് ഓടി വരാം. ഇവിടുന്ന് 11, 12, 13 വയസ്സിലുള്ള ഒരാൾക്ക് ഓടി സ്റ്റേജിലേക്ക് വരാം. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷഫിളായിട്ട് നിർത്താൻ വേണ്ടി പോവാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർഡർ ആക്കി നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ഷഫിളായിട്ടൊക്കെ നിൽക്കുന്നു, ഓടി വരണം. ആദ്യം ആരോ യെസ്, ഇതാ നമ്മുടെ സൂപ്പർ ബോയ്സിന് വീണ്ടും കിട്ടുന്നു 500 പോയിന്റ്. നിങ്ങൾക്ക് കിട്ടുന്നു 300 പോയിന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായിട്ടൊക്കെ നിന്നോ. യെസ്, ആദ്യം നിങ്ങൾക്ക് ഇവരെ ഓർഡർ ആക്കി നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. ഏറ്റവും ആദ്യം ഓർഡറായിട്ട് നിർത്തുന്നവർക്ക് 1000 പോയിന്റ് കിട്ടും. നിങ്ങൾക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുക. ആദ്യം നിൽക്കേ. ഓക്കെ, ആദ്യം ഗേൾസിന് ചെയ്യാണ്. ഒറ്റ 30 സെക്കൻഡ്സ് ആണ് സമയം തരുന്നത്. 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളത് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് 1000 പോയിന്റ് ആണ് കേട്ടോ. ഓർഡറായിട്ട് നിർത്തണം. റെഡി, 1, 2, 3 ഗോ. യെസ്, കയ്യൊന്ന് അടിച്ചു കൊടുക്കുക. വണ്ടർ ഗേൾസ്. 30 സെക്കൻഡ്സ്. തിരിച്ചു വിടും. കുഴപ്പമില്ല. എവിടെയാണ് ഓടിച്ചു നിർത്ത്? 30 സെക്കൻഡ്സേ ഉള്ളൂ. 30 സെക്കൻഡ്സ്. എവിടെ നിർത്തണം? അവിടെ കൊണ്ട് നിർത്തൂ. ആ ഫോട്ടോയൊക്കെ നോക്കി, പേപ്പറൊക്കെ നോക്കി. യെസ്, 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 20 സെക്കൻഡ്. യെസ്, കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. യെസ്, ടൈം അപ്പ്. ഓക്കെ, മതി. നോക്കട്ടെ, തിരിച്ചു പിടിച്ചേ. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം അവനെ കൂടാതെ ഉളവായതൊന്നും ഉളവായതല്ല. ശരിയാണോ? അല്ല. അങ്ങോട്ട് ഷവൾ ചെയ്തേ. 30 സെക്കൻഡ്സേ ഉള്ളൂ. 30 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഷവളായി, പെട്ടെന്ന് ഷവളായി. എല്ലാവരും ഒന്ന് ഷവളായി. ഒന്ന് കറങ്ങി. യെസ്. റെഡി, 1. തുടങ്ങിയില്ല. ഞാനത് യെസ്, റെഡി, 1, 2, 3 ഗോ. സ്റ്റാർട്ട്. കൈയടിച്ചെന്ന് ആവേശത്തോടെ. 1000 പോയിന്റ് ആണ്. 30 സെക്കൻഡ്സ് ആണ്. 15 സെക്കൻഡ് കഴിഞ്ഞു. ആവേശത്തോടെ നല്ലൊരു 20 സെക്കൻഡ്. 10 സെക്കൻഡൂടെ മാത്രം. 10 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, കഴിയാറാവുന്നു. 2, 1, 0. യെസ്, ഫിനിഷ്. നോക്കട്ടെ, തിരിച്ചു പിടിച്ചേ മക്കളെ. തിരിച്ചു പിടിച്ചേ. യോഹന്നാൻ 1:3 തിരിച്ചു പിടിച്ചേ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 1000 പോയിന്റ് ആണ് വണ്ടർ ഗേൾസിന് കിട്ടുന്നത്, സൂപ്പർ ബോയ്സിന് കിട്ടുന്നത്. വണ്ടർ ഗേൾസിന് ഇനിയും നിങ്ങൾ ആ വാക്യം ഒന്ന് ഉറക്കിയെന്ന് പറയാമെങ്കിൽ ഓരോ ആൾക്കാർക്കും കിട്ടുന്നത് ധാരാളം പോയിന്റ്. കാണാതെ ഈ വാക്യം പറയണം കേട്ടോ. എനിക്കറിയത്തില്ലെന്ന് പറയാൻ വേണ്ടെന്ന് ഓർക്കുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ലേ ആദ്യമേ. ആരാ വാക്യം പറയുന്നേ? മിടുക്കി കണ്ടോ, നല്ലൊരു കൈഡി കൊടുത്തു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓടി വാ. ഇരുന്ന മോനെ, കണ്ടാ മോനെ. വന്നവർ വരല്ലേ. പറഞ്ഞു. യോഹന്നാൻ 1:3 സകലവും മുഖാന്തരവും ഉളവായതല്ല, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നല്ലൊരു കൈഡി കൊടുക്കുന്നു. 100 പോയിന്റ്. യോഹന്നാൻ 1:3 സകലവും അവനെ കൂടാതെ യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 100 പോയിന്റ്. ഒരു ചോക്ലേറ്റ് കൊടുത്തു പറഞ്ഞേ. യോഹന്നാൻ 1:3 അവനെ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 50 പോയിന്റ്. പോയിരുന്നു. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചേ. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഒന്നുകൂടെ പറഞ്ഞേ. യോഹന്നാൻ 1:3 സകലവും
ഒന്നുകൂടെ, ഒരു പ്രാവശ്യം കൂടെ. യോഹന്നാൻ 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എല്ലാവർക്കും ഒരു കൈയടി കൊടുത്തേ, നല്ലൊരു കൈയടി കൊടുത്തേ. ജോവാഷിന്റെ സ്ലൈഡ് എന്ന് പറഞ്ഞേ, ഈ സകലവും സൃഷ്ടിച്ചൊരു ദൈവമുണ്ടല്ലോ. താങ്ക് യു മോനെ, താങ്ക് യു. സകലവും മകൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന 4 കാര്യം പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തെ കാര്യം ഇന്നും ചോദിക്കും, നാളെ ചോദിക്കും, എല്ലാവരും കുറിച്ച് വെക്കണം. 1, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുക. ഉറക്കെന്ന് പറഞ്ഞേ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുക. 2, ആ ദൈവത്തെ നമ്മൾ അനുസരിക്കുക. ഒന്ന് പറഞ്ഞേ, അനുസരിക്കുക. 1 അറിയുക, 2 അനുസരിക്കുക, 3 ആ ദൈവത്തെ ആശ്രയിക്കുക, 4 ആ ദൈവത്തെ ആരാധിക്കുക. ആ ദൈവത്തെ ആരാധിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ചേ, ഒരു നിമിഷം കണ്ണുകളടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സൃഷ്ടാവിനെ അറിയാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇന്ന് ഈ VBSന് വരുമ്പോൾ ഈ യേശുവിനെ അറിയാൻ, നിങ്ങളെ സൃഷ്ടിച്ച കർത്താവിനെ അറിയാൻ. കണ്ണെന്ന് അടച്ചു പിടിച്ചേ, ആരും കണ്ണ് തുറക്കരുത്. കർത്താവ്, നിന്നെ അറിയാൻ, എന്നെ സൃഷ്ടിച്ച ദൈവത്തെ അറിയാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ആ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ, ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണം, ഞങ്ങളോട് മനസ്സിലെയണം. കർത്താവെ, ഈ സകല സൃഷ്ടിപ്പിൻ്റെയും പിന്നിൽ അങ്ങാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിർമ്മലമായ ബുദ്ധിയുടെ ഉറവിടം എന്താണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഞങ്ങളെ സാധിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അധ്യാപകരെ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കും. മുഴുവൻ മഹത്വം അങ്ങേക്ക്, യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.
come. Yes, everybody go. Everybody go. Somebody everybody go. Ina, every house today. Can work today. Now to see it go. Okay, wait it up. ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. ബണ്ണിയോടൊന്ന് ചോദിക്കട്ടെ. ബണ്ണി, ആർ യു റെഡി ടു റോക്ക് വിത്ത് ദിസ് ചിൽഡ്രൻ? Yes, he is ready to rock with you. Are you ready, Super Boys? Are you ready, Wonder Girls? Bunny, you want to say something to these children? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തായാലും ഇത് വേറെ ഭാഷയാ. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നോക്കട്ടെ, ഒന്ന് മനസ്സിലാക്കാൻ നോക്കട്ടെ. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമെന്ന്. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. യെസ്. മണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഏത്തക്കാപ്പം വലിച്ചു കയറ്റിയല്ലോ, എനിക്ക് കിട്ടിയില്ല എന്ന്. നിങ്ങൾ കൊടുത്തില്ലേ ബണ്ണിക്ക്? ബണ്ണി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് ഒത്തിരി സമയത്തിന് കുറവുണ്ട്. നോക്കിക്കുക, നമുക്ക് ഒരുമിച്ച് ബണ്ണി ഡാൻസ് കളിക്കണം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കും. നമ്മുടെ ഇവരും ഡാൻസ് കളിക്കും. റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്. നല്ല AI ജനന് നല്ല അടിപൊളി ഒരു ഡാൻസ് കളിക്കും. നിങ്ങളും ചേർന്ന് അങ്ങോട്ട് കളിക്കണം. റെഡി? 1 2 3 ഗോ. കം ഓൺ. ഇവരോടൊപ്പം ഒന്ന് ചെയ്ത് കാണിച്ചേ. കം ഓൺ. ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും. പല 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 പലക്കും AI ജന നാങ്ക കല 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 കലക്കും AI ജന പല 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 പലക്കും AI ஜன்னு நாங்க கல 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 கலக்கும் AI ஜன்னு புதுசா புதுசா கண்டுபிடிப்போம் இந்த வேர்ல்ட அதிர வைப்போம் ஆர்டிஃபிஷியல் ரோபோ செய்வோம் சந்திரயான் 3 சக்சஸ் பண்ணுவோம் புதுசா புதுசா கண்டுபிடிப்போம் இந்த வேர்ல்ட அதிர வைப்போம் ஆர்டிஃபிஷியல் ரோபோ செய்வோம் சந்திரயான் 3 சக்சஸ் பண்ணுவோம். மாயை மாயை எல்லாம் மாயை அழிந்து போகும் எல்லாம் ஒரு நாள். மாயை மாயை எல்லாம் மாயை அழிந்து போகும் எல்லாம் ஒரு நாள். பல 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 பலக்கும் AI ஜன்னு நாங்க கல 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 கலக்கும் AI ஜன்னு பல 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 பலக்கும் AI ஜன்னு நாங்க கல 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 கலக்கும் AI ஜன்னு. பேரும் இல்ல சுயநலமில்ல என்ன நாங்க இயேசுப்ப பிள்ளை எல்லோருக்கும் நன்மை செய்வோம் மாயமில்ல அன்பு கொடுப்போம். பேரும் இல்ல சுயநலம் இல்ல பிகாஸ் நாங்க இயேசுப்ப பிள்ளை எல்லோருக்கும் நன்மை செய்வோம் மாயமில்ல அன்பு கொடுப்போம். பல 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 பலக்கும் AI ஜன்னு நாங்க கல 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 கலக்கும் மதண்டி ஜன்னு பல 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 பலக்கும் ஃபெய்த்ஃபுல் ஜன்னு நாங்க கல 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 கலக்கும் ஜீசஸ் ஜன்னு பல 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 பலக்கும் AI ஜன்னு நாங்க கல 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 கலக்கும் மதண்டி ஜன்னு பல 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 பலக்கும் ஃபெய்த்ஃபுல் ஜன்னு நாங்க கல 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 கலக்கும் ஜீசஸ் ஜன்னு. യെസ്, സൂപ്പർ. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. സൂപ്പർ. ഇനി ബണ്ണി ഒരു പാട്ടോട് ഒറിജിനൽ പോലും നമ്മൾ എല്ലാവരും പഠിപ്പിച്ചതാണ്. അന്നേരം ആ പാട്ടോട് നമ്മൾ പഠിക്കും. ചെയ്യാൻ വേണ്ടി പോകണം ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് ബണ്ണിയാണ് പോയിന്റ് പറയണ്ടേ കേട്ടോ. യു ഗോട്ട് ഇറ്റ്? യെസ്. ഓക്കെ. ഒറിജിനൽ പോലും
ബണ്ണി പറയും ഇവിടെ എല്ലാം ഒന്ന് പോയെങ്കിലേ പറ്റത്തുള്ളൂ പറഞ്ഞു കേട്ടോ. യെസ്, ഇവിടെ എല്ലാം കൂടെ പോകണം. കൂട്ടുകാർക്ക് പോകണം. ഒരുമിച്ച് ചെയ്തേ. Come on. ഇത് കഴിയുമ്പോ പോയിന്റ് പറയും. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ, പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം, പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ, നാണം ഞാൻ നാണം ഞാൻ നാണം കെട്ടല്ലോ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. നമ്മുടെ സൂപ്പർ ബോയ്സിന്റെ ആവേശമാണ് പൊട്ടി ഒഴുകുകയാണ്. യെസ്, മഞ്ഞയോടൊപ്പം നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം, നല്ലതു നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം, ബുദ്ധി മാത്രം പോരാ, അതിനൻ ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണേ. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. പോയിന്റ് പറയട്ടെ. ബണി, യു കം 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 സേ ദ പോയിന്റ്. ഇപ്പോഴത്തെ നമ്മുടെ പോയിന്റ് നില ഒന്ന് പറയുകയാണ്. ശൈലസ് ഒന്ന് പറയാമോ, പോയിന്റ് എത്ര ആണെന്നൊന്ന് പറയാമോ? സൂപ്പർ ബോയ്സിന് 4950 പോയിന്റ്, 3900 പോയിന്റ് വണ്ടർ ഗേൾസിന്. അപ്പോൾ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ സൂപ്പർ ബോയ്സ് ആണ്. IPL ചാമ്പ്യൻഷിപ്പിന്റെ ഫസ്റ്റ് ഡേയിൽ ആരായിരിക്കാം മിടുക്കരാകുന്നത് നോക്കാൻ വേണ്ടി പോവുകയാണ്. യെസ് ബണി, ഇപ്പോഴത്തെ പെർഫോമൻസിൽ ആർക്കാണ് പോയിന്റ്? സൂപ്പർ ബോയ്സിനാണോ വണ്ടർ ഗേൾസിനാണോ? സൂപ്പർ ബോയ്സിന് 500 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 500 പോയിന്റ്സ്. ഫൈൻ. സൂപ്പർ വണ്ടർ ഗേൾസിന് 4100. 400 പ്ലസ് 100, 500 പോയിന്റ്സ്.
സൂപ്പർ. 400 പ്ലസ് 100. അപ്പം 500 പോയിന്റ് നമ്മുടെ വണ്ടർ ഗേൾസിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നല്ലൊരു കൈയടി നമ്മുടെ ബണ്ണിക്ക് കൊടുക്കാം. യെസ്, കരഘോഷത്തോടെ. അപ്പോൾ ബണ്ണിയെ നമുക്ക് യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പ്രാവശ്യം കൊണ്ട് കൈയടിക്കുന്നു. ബണ്ണി, താങ്ക് യു സോ മച്ച്. Thank you so much for visiting. Thank you so much. You be seated. എല്ലാവർക്കും ഇരിക്കാം. എല്ലാം കൂടെ പ്രാർത്ഥിച്ച് അവസാനിക്കും മുമ്പ് ഫൈനലിൽ ഇന്നത്തെ ചാമ്പ്യനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങളുടെ ശബ്ദത്തിന് വെച്ചിട്ടാണ്. മുദ്രാവാക്യം പറയാൻ വേണ്ടി പോകണം കേട്ടോ. ആദിയിൽ ദൈവം സൃഷ്ടിച്ചല്ലോ സുന്ദരമായൊരു ആകാശത്തെ. കുറച്ചുകൂടി ഉച്ചത്തിൽ കേട്ടോ. ഒറ്റ പ്രാവശ്യം. ആദിയിൽ ദൈവം സൃഷ്ടിച്ചല്ലോ സുന്ദരമായൊരു ആകാശത്തെ. മനുഷ്യന് പാർപ്പാൻ സുന്ദരമായൊരു ഭൂമിയും അങ്ങനെ സൃഷ്ടിച്ചല്ലോ. നിർമ്മിതമല്ലിത്, കൃത്രിമമല്ലിത്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പല്ലോ. ദൈവത്തിൻ വചനം, നിർമ്മല വചനം നമ്മെ നടത്തും എന്നും ഈ വചനം. നമ്മെ നടത്തും എന്നും ഈ വചനം. ജയ് വിബിയസ്, ജയ് യേശു ക്രിസ്തു, ജയ് വിബിയസ്, ജയ് യേശു ക്രിസ്തു. പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കണ്ണുകളെ നടച്ചേ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് തീരുമാനിച്ച ഞങ്ങളുടെ വേനൽക്കാല വെക്കേഷൻ ബൈബിൾ ക്ലാസ് ഇത്രത്തോളം തന്നെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ആഴ്ചകളിൽ ഇവിടെ കൂടി വന്ന് നല്ല പാട്ടുകൾ പഠിക്കുമ്പോൾ, നല്ല വചനങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്തു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സഹായിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം, കരുതലും കാവലും നമ്മളോട് എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും പിരിഞ്ഞു പോകുന്ന എല്ലാവരോടും എന്നും എന്നേക്കും മശിഹായുടെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.